ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ റഹ്മത്ത് അക്കാദമിക് കൗൺസിലറാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുന്നത് കാണുന്ന എല്ലാവരെയും ഞാൻ സ്പെഷ്യൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്. സോ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് യൂസ്ഡ് ഡ്യൂറിങ് കൗൺസിലിംഗ് സെഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം, കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മൈൻഡിൽ വരുന്നത് കൗൺസിലർ ക്ലയന്റ് തമ്മിലുള്ള ഒരു സംസാരമാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാം. പക്ഷെ എന്നാൽ ഒരു കൗൺസിലിംഗ് സെഷൻ എന്നത് സംസാരിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നമ്മളൊരു ക്ലയന്റിന്റെ ഏജ്, അതുപോലെ പ്രോബ്ലം, പേഴ്സണാലിറ്റി, കൗൺസിലിംഗ് ഗോള് എന്നിവയൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസും കൂടി നമുക്കിതിൽ ഇൻക്ലൂഡ് ആക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കിഡ്സിനാണെങ്കിൽ നമുക്ക് ഡ്രോയിങ് ആക്ടിവിറ്റി പോലെ കൊടുക്കാം. അതുപോലെ അഡൾട്ട്സിൽ ഒരു ക്ലയന്റിന് ഒരു നെഗറ്റീവ് തോട്ട്സ് കൂടുതലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് തോട്ട്സ് തിങ്ക് ചെയ്യണമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ തോട്ട് റെക്കോർഡ് പോലെ കൊടുക്കാം. സോ ഇത്തരത്തിൽ നമ്മൾ കൗൺസിലിങ്ങിൽ ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നത് ക്ലയന്റിനെ ബിസി ആക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവരെ കൂടുതൽ മനസ്സിലാക്കാനും അതേപോലെ തന്നെ ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്യാനും തോട്ട്സ് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ നമ്മുടെ കൗൺസിലിംഗ് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഓരോന്നും എന്തിനൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കാം. സോ നമ്മുടെ ഇന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെഷൻ ലീഡ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ നിസാദ് സാറാണ്. സാർ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. ബഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും CBT ട്രൈഡ് ആയിട്ടുള്ള ആളാണ്. AB ആൻഡ് IBT ലൈസൻസിലാണ്. വിംബിൾ അക്കാദമിയിൽ തന്നെ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വർക്ക്ഷോപ്പുകളും സാർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. സാറിന്റെ തന്നെ DBTയുടെ 3 days വർക്ക്ഷോപ്പ് നാളെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സാറിന്റെ നമ്മളൊരു കൗൺസിലിംഗ് ഫീൽഡിലെ എക്സ്പീരിയൻസും നോളജും ഒക്കെ ഇന്നത്തെ ഒരു സെഷൻ കൂടുതൽ യൂസ്ഫുൾ ആക്കും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. സോ എല്ലാവരും നല്ല രീതിയിൽ തന്നെ സെഷൻ അവസാനം വരെ ഉണ്ടാവുക. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെഷനിൽ അവസാനം ചോദിക്കാനുള്ള അവസരമുണ്ട്. സോ ഒരിക്കൽ കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും നമ്മുടെ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി നിസാദ് സാർ ഏറെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് ഈവനിങ്. താങ്ക് യു റഹ്മ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷം ഇവിടെ? അപ്പോ നല്ല വിശേഷം. നല്ല ചൂടാണ്. അതെ, മഴക്കാലം കഴിഞ്ഞു അല്ലേ? ഇവിടെ ഇപ്പൊ ഒരു 5 മിനിറ്റ് നല്ലൊരു മഴ പെയ്തിരും. പക്ഷെ പെയ്തിട്ട് കാര്യമില്ല, ചൂട് തന്നെ. സാറ് നാട്ടിലാണോ? ഞാൻ നാട്ടിലാണ്. അതിനെ കൊണ്ട് പ്രശ്നം. അവിടെ ഞങ്ങൾ ഗൾഫിലായിരിക്കും അല്ലേ? അതെ അതെ. ആ, ഓക്കെ. ഓക്കെ. അപ്പോ ഇന്നത്തെ ഒരു സെഷൻ റഹ്മത്ത് പറഞ്ഞതുപോലെ നമുക്കറിയാം, കൗൺസിലിംഗ് സെഷനുകൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജീസ് മാത്രം ഉപയോഗിച്ചിട്ട്, പിന്നെ ആ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാതെ, സെക്കൻഡ്, ഈ സ്ലൈഡ് കാണുന്നുണ്ടോ? ഇല്ല സാർ. കാണുന്നില്ല. ഞാൻ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ സാർ. ഓക്കെ. അപ്പോ പിന്നെ റഹ്മത്ത് ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തന്നു ഇന്നത്തെ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സെഷൻ എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ഫസ്റ്റ് സെഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് നോർമലി നമ്മൾ അസസ്മെന്റിലേക്കായിരിക്കും കാര്യമായിട്ട് പോവുക. അറ്റ്ലീസ്റ്റ് ആ ഒരു ക്ലയന്റിന്റെ എന്താണ് പ്രശ്നം എന്ന് തിരിച്ചറിയാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. പക്ഷെ ഇന്നത്തെ ഒരു സമയത്ത് നമ്മൾ കുറച്ചുകൂടി ഒരു സെഷൻ, ആദ്യത്തെ സെഷനിൽ തന്നെ ആൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സെഷനായിട്ട് ആ ഒരു മണിക്കൂറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ ഒരു തെറാപ്പിസ്റ്റിന് കുറച്ചുകൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്കൊന്ന് ആ ട്രസ്റ്റും ആ ഒരു
ക്ലയന്റും തെറാപ്പിസ്റ്റ് തമ്മിൽ കുറച്ചുകൂടി റാപ്പ് കൂടി ഉണ്ടാക്കിയെടുക്കാനൊക്കെ കുറെ ആക്ടിവിറ്റീസുകൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് അലയൻസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. പ്രത്യേകിച്ചും നമുക്കറിയാം, ഒരു സെഷൻ എന്ന് പറയും ആക്ടിവിറ്റി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ഗെയിം ഒന്നല്ല. കാരണം ആ ഒരു ക്ലയന്റിന്റെ ചിന്തകളെയും അതേപോലെ ഫീലിങ്സും ബിഹേവിയറും അവരുടെ റിലേഷൻഷിപ്പ് ഏതൊക്കെ മേഖലയിലാണ് പ്രയാസങ്ങൾ ഉള്ളത്, ഏതൊക്കെ രീതിയിൽ പോകുന്നു, പ്രശ്നങ്ങളെ നേരിടുന്ന ആ ഒരു രീതികൾ ഏതൊക്കെയാണ്, അതേപോലെ അവരെ സ്ട്രെങ്ത്തുകളും റിസോഴ്സുകളും ഒക്കെ എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ആക്ടിവിറ്റീസുകൾ ഉപയോഗിക്കുന്നത്. കാരണം അയാൾക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ട്, അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തെറാപ്പി ടൂൾസുകൾ നമുക്ക് അവിടെ ഉപയോഗിക്കാം. കാരണം ശരിക്കും ഒരു ക്ലയന്റിനോട് ചോദിക്കാൻ, ഒരു ഡിപ്രഷന്റെ ക്ലയന്റിനോട് നമുക്ക് ചോദിക്കാം, ശരിക്കും ഇപ്പൊ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ്? അപ്പൊ ആ ഒരു ഫീലിങ്സ് അയാൾ പറയും, എനിക്കിപ്പോ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പൊ അവിടെ ഇമോഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കാൻ, ആ ഇമോഷൻസ് ചിലപ്പോ ഓരോന്ന് സാഡ്, പിന്നെ അതേപോലെ ആങ്കർ, അതേപോലെ ഷെയിം, ഗിൽറ്റി ഫീലിംഗ്, പലതരത്തിലുള്ള ഇമോഷൻ കാർഡുകളുണ്ട്. അപ്പൊ ആ ഒരു ഇമോജി പോലെ പിക്ചർ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പക്ഷെ ഇതിന്റെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും, ആ ഇത് അത്യാവശ്യം ഈ അറിയുന്ന ഒരാളാണ്, തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന, എനിക്ക് എന്തും പിന്നെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഈ ഒരു തെറാപ്പിസ്റ്റ് എന്ന് ആ ഒരു ക്ലയന്റിന് ഒരു ഇന്നർ ഫീലിങ്സ് എങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ, അതേപോലെ വിവിധ തരത്തിൽ ആക്ടിവിറ്റീസുകൾ നമുക്ക് പിന്നെ നോർമലായിട്ട് ഉപയോഗിക്കാം. എന്താണ് ഇന്നത് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ എന്താണോ അതുള്ളത് അതനുസരിച്ച് നമുക്ക് അവിടെ ഉപയോഗിക്കാം. പക്ഷെ ഇതിന്റെ ഒരു പിന്നെ ഇത് പർപ്പസ് ശരിക്കും ഇത് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ കൗൺസിലിംഗിൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു കൗൺസിലർ കൂടുതൽ എന്താണ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുക, അല്ലെങ്കിൽ ക്ലയന്റിന് ആൻസർ നൽകുക എന്നുള്ള രീതിയിലാണ് ഒരു കുറച്ച് മുമ്പൊക്കെ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് എന്താണ്, പ്രത്യേകിച്ച് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു പ്രത്യേകിച്ചും വെർബൽ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം, പ്രത്യേകിച്ച് ഈ ചിൽഡ്രൻ അഡോളസെന്റ് കേസുകളിലൊക്കെ, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഉള്ള ആളുകൾ, ഹൈലി ആങ്സൈറ്റി ആയിട്ടുള്ള ക്ലയന്റുകൾ, അതേപോലെ ട്രോമ ഹിസ്റ്ററി ഉള്ള ആളുകൾക്കിടയിലൊക്കെ നമ്മൾ അത്യാവശ്യം എന്താണ് കുറച്ച് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി രീതിയിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആക്ടിവിറ്റി പ്ലസ് ഒബ്സർവേഷൻ ആൻഡ് ഡിസ്കഷൻ, ഇൻസൈറ്റ്, സ്കിൽ പ്രാക്ടീസ്, അതേപോലെ ഒരു ചേഞ്ചസ്. കാരണം ഒരു ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുകയാണ്, അപ്പൊ ആ ആക്ടിവിറ്റീസ് കുറച്ച് ക്ലയന്റ് ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് എന്താണ് ഇവിടെ മനസ്സിലായിട്ടുള്ളത്, അപ്പൊ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഡിസ്കഷനിലൂടെ എന്താണ്, ആ കുട്ടിക്ക് ചെറിയൊരു ഇൻസൈറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ല അയാൾക്ക് തന്നെ ഈ ഒരു ആക്ടിവിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻസൈറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ അതെന്ത് ചെയ്യാം, അയാൾ അവിടെ സെഷന് ബേസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക, അതിലൂടെ അയാളെ പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ ഒരു ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ സർ. ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ. അപ്പോ അതേപോലെ തന്നെ ഒരു ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ പൊതുവെ കൊടുക്കുന്ന സമയത്ത് ഒന്ന് കൺസിഡർ ചെയ്യേണ്ടത്, കാരണം ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ. കാരണം അവർക്ക് നമ്മൾ ഓരോ ചോദ്യങ്ങൾക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അതേ സമയത്ത് നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കണം, അയാളുടെ പ്രസന്റിങ് പ്രോബ്ലം തന്നെ ആയിരിക്കും. ശരിക്കും എന്തിനാണ് ഈ കുട്ടി വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഇയാളെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്, അല്ലാണ്ട് ആക്ടിവിറ്റി ചെയ്തിട്ട് ആ സമയം പോക്കുക എന്നുള്ളതല്ല. പക്ഷെ പ്രസന്റിങ് പ്രോബ്ലത്തിന്റെ പിന്നിൽ ഈ ഒരു ആക്ടിവിറ്റി ഉപയോഗിച്ചിട്ട് അയാൾക്ക് എങ്ങനെയൊക്കെ തരത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. അതേപോലെ ആ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് അയാളുടെ ഡെവലപ്മെന്റൽ ലെവല് നമ്മൾ നോക്കണം. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ, അതേപോലെ കൾച്ചർ പരമായിട്ടുള്ള, അപ്പോൾ കൾച്ചർ നോക്കുന്ന സമയത്ത് പല ലൊക്കാലിറ്റിയിലും വരുന്ന ആളുകളായിരിക്കും നമ്മുടെ അടുത്ത് ഉണ്ടാവുക, പ്രത്യേകിച്ച് കപ്പിൾ കേസുകളിലൊക്കെ. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ട്യൂണും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോന്നൊന്നുമില്ല. അപ്പൊ അതുകൂടി കൾച്ചർ പരിഗണിക്കണം. അതേപോലെ അവരുടെ കമ്മ്യൂണിക്കേഷൻ പിന്നെ രീതികൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് അവർ നമ്മൾ സംസാരിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ലളിതമായിട്ടുള്ള ഭാഷയിൽ അവർക്ക് ഉപയോഗിക്കാം. അതേപോലെ ഇപ്പൊ നിലവിൽ അവർ ഇമോഷൻ കണ്ടീഷൻ എങ്ങനെയാണ് ഈ ഒരു സെഷനിൽ ഇരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യം തന്നെയാണ്, കറന്റ്ലി അവരുടെ MSc എന്താണ്, മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എന്താണ്, അവരുടെ ആ ഒരു സ്റ്റാറ്റസ് ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്.
അപ്പൊ അതിനുശേഷം നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റേജിലൂടെ അവർക്ക് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം ഒരു ആക്ടിവിറ്റി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ കൗൺസിലർ നമ്മോട് തന്നെ സ്വയം ചോദിക്കണം, എന്നോട് തന്നെ ഞാൻ ചോദിക്കണം, ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ ക്ലയന്റ് അല്ല കഴിയുന്ന സമയത്ത് എന്താണ് ശരിക്കും ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, എന്താണ് ശരിക്കും പഠിക്കേണ്ടത്, എന്താണ് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ ഡൗൺ ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്താണ്, അയാൾക്ക് ഒരു ഇമോഷൻ ഐഡന്റിഫിക്കേഷൻ ആണ് അവിടെ വേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു കേസ് പറയുകയാണെങ്കിൽ ഒരു 11-12 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. അപ്പൊ ആൺകുട്ടിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് പറഞ്ഞാല് ആൾക്ക് ആ ഒരു ലെവലിൽ ഒന്നും ഇൻസൈറ്റ് ഇല്ല. കാരണം ആള് അമ്മയുടെ കൂടെ വന്ന് കുറച്ചൊരു സൈക്കോസിസ് കേസാണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാതെ ആ ഒരു സെഷൻ തന്നെ പെട്ടെന്ന് നമുക്ക് റെഫറൽ ആയിട്ട് കൊടുക്കാം മരുന്നിനായി. പക്ഷെ ആ കുട്ടിയുടെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞ സമയത്ത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് കുട്ടി എന്തോ ഒരു അബ്യൂസ് ആണെന്ന് അറിയില്ല, എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടില്ല, ഒരു ഇൻസിഡന്റ് സംഭവിച്ചു. അതിനുശേഷം കുട്ടി എന്താണ് നേക്കഡ് ആയിട്ട് നടക്കുന്നു. അതേപോലെ ആ ഒരു സ്പെഷ്യൽ പാർട്ടിലേക്ക്, സെക്ഷൽ പാർട്ടിലേക്ക് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടിയാണ്, 11-12 വയസ്സായി. ആര് മുമ്പിൽ ഇരിക്കുന്നു അതുമില്ല. അതേപോലെ ഇങ്ങനെ വായിൽ ഇങ്ങനെ ഇങ്ങനെ പോയി കടിച്ചുകൊണ്ടിരിക്കുകയാണ് പല്ലിന്റെ ഉള്ളിലൊക്കെ. അതേപോലെ എന്താണ് പേര് ചോദിച്ചാൽ പോലും ഒരു അക്ഷരം ആള് പറയുന്നില്ല. ആ സംഭവം സിറ്റുവേഷൻ നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ആ സമയത്ത് എന്ത് ചെയ്യും, ആ കുട്ടിക്ക് ഒന്നുമില്ല. പക്ഷെ ഈ ഒരു സമയത്ത് കുട്ടി എന്തോ ഒരു സാധനം, അതായത് നമ്മൾ മുമ്പ് ചെറിയൊരു മുമ്പത്തെ സെഷൻ, അതായത് കുറച്ച് പേര് വരുന്നതിന് മുമ്പ് ഒരു സെഷൻ ഞാൻ എടുത്തിരുന്നു, അതും കുട്ടികളുടെ കേസ് തന്നെയാണ്. അപ്പൊ അവർ ചെറിയൊരു ഗെയിംസിന്റെ ഒരു ടോയിന്റെ ചെറിയ ഭാഗമുണ്ട്, ആ കുട്ടി എടുത്തിട്ട് വായിലിട്ട് കടിച്ചു, ഇവനെടുത്ത് കടിച്ചു അതെടുത്തിട്ട്. ഞാൻ പെട്ടെന്ന് എന്താണ് ഇവനെ ശരിക്കും ഇവിടെ ഒന്ന് ശരിക്കും ഈ റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഡാ എന്ന് വിളിച്ചു, അവിടെ വെക്കാൻ പറഞ്ഞു. അപ്പൊ അതിൽ അവനൊറ്റ ഞെട്ടലാണ്. ശരിക്കും അപ്പോഴാണ് ശരിക്കും അവനെ അറിയുന്നത് ഞാനൊരു സെഷനിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അല്ല എന്റെ കൂടെ ആരൊക്കെ ഉണ്ട്, അമ്മയെ മാത്രം ആൾ തരും, കൂടെ 2 സിബ്ലിങ്സ് വന്നിട്ടുണ്ട്, ആർക്കുറമല്ല. കാരണം ഒരു വർഷത്തിന് ശേഷം ആൾക്കെന്തോ മാരകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ കൂടി ആ കുട്ടി. പിന്നെ ഒരുപാട് നമുക്ക് അങ്ങനെ ഡയഗ്നോസ് ചെയ്യാനും പോയിട്ടില്ല, ഡയറക്റ്റ് തന്നെ മെഡിസിന് വേണ്ടത് കൊണ്ട്. പക്ഷെ ഇങ്ങനെ വരുന്ന സെഷനുകൾ നമുക്ക് എന്ത് ചെയ്യാം, ആളുകൾ നമുക്ക് കുട്ടീനോടൊന്നും ചോദിച്ചിട്ട് കാര്യമുണ്ടോ. അപ്പൊ ഇങ്ങനെ സാഹചര്യം വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസുകൾ കൊടുത്തിട്ട് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഇമോഷൻസിനൊന്ന് തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്. അതിനാണ് ഈ ഒരു ആക്ടിവിറ്റീസ് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതേപോലെ മറ്റൊരു ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് വരുന്ന സമയത്ത് അവർക്ക് നമ്മൾ ഗ്രൗണ്ടിങ് ടെക്നിക്കുകൾ കൊടുക്കും, അതേപോലെ ബ്രീത്തിങ് എക്സസൈസുകൾ കൊടുക്കും. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു നോർമൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ വെറും വേസ്റ്റ് ആണ്. ആളുകൾ അത് ചെയ്യാൻ തയ്യാറല്ല. കുറെ കഴിഞ്ഞിട്ട് അവർക്ക് തന്നെ തോന്നുന്നു ആ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, റിലാക്സേഷൻ മെത്തേഡുകൾ ആവശ്യമാണെന്നുണ്ട്. തുടക്കത്തിൽ പണ്ടത്തെ ഒരു ട്രഡീഷൻ എന്താണ്, തൽക്കാലം ഒരു ജേർണൽ റിലാക്സേഷൻ കൊടുത്ത് വിടുക എന്നുള്ളത്. പക്ഷെ അതിന് പകരമായിട്ട് ഒരു ആങ്സൈറ്റി കേസ് നിങ്ങൾ വന്നു കഴിഞ്ഞ സെഷനിൽ തന്നെ ചോദിക്കാം ഒരു ഇമോഷൻ, ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഫിസിക്കൽ സെൻസേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പൊ ശാരീരികമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അനുഭവപ്പെടുന്നത്. കാരണം ആ ഒരു ആങ്സൈറ്റി ലെവൽ അവർക്ക് സോഷ്യലൈസ് എത്രത്തോളം ഉണ്ട്, നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഈ ഒരു ആങ്സൈറ്റി ഫീലിംഗ് ചെയ്യുന്നുണ്ടോ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ടൂൾ കൊടുക്കുകയാണ്. ഒരു 0-10 ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ഡ്രോ ബാർ വരച്ചുകൊണ്ട് അവരോട് പറയാം ഇപ്പോഴത്തെ ഒരു ആങ്സൈറ്റി നിലവ് നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാം. ഇതിൽ നോർമലും ഹൈയും പറഞ്ഞു കൊടുക്കരുത്, സ്കോർ പറഞ്ഞു കൊടുക്കരുത്. അവരോട് പറയാം ഇതിൽ 10 നിങ്ങളുടെ സ്കോർ ഇപ്പൊ എത്രയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവര് ഒരു ഊഹം വെച്ച് ചിലപ്പോൾ 3 എഴുതും, അതേപോലെ 8 എഴുതും. അപ്പൊ അവർ ചോദിക്കുക 3 എന്ന് പറഞ്ഞാൽ ആങ്സൈറ്റി തീരെ അല്ല, നിങ്ങൾ ഓക്കെയാണ്. അപ്പോൾ 5-6 കൂടുതൽ എഴുതിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ആങ്സൈറ്റി ലെവൽ കൂടുതലാണ്. അപ്പൊ അവരോട് ചോദിക്കുക ഇപ്പത്തെ ഏതാണ് ശരിക്കും നിങ്ങൾക്ക് കൂടുതൽ, ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് കൂടുതലുണ്ടോ കുറവാണോ എന്നുള്ളത്. അപ്പൊ അവിടെ ഒരു ആക്ടിവിറ്റി അയാൾ പഠിക്കുകയാണ്. ഇന്നതാണ് ശരിക്കും ഞാൻ എന്റെ ആക്ടിവിറ്റി ഉള്ള സമയത്ത് ഞാൻ അതിന്റെ സ്കോർ നോക്കാൻ, ഇതിന്റെ ഇന്റൻസിറ്റി നോക്കാൻ എനിക്ക് സ്വന്തമായിട്ട് കഴിയും എന്നുള്ള ആ ഒരു ബിഹേവിയർ എക്സ്പെരിമെന്റ് എന്താണ് പ്രത്യേകിച്ച് നമുക്ക് ഈ കേസുകൾക്കിടയിൽ, അതായത് നമുക്ക് മുമ്പിൽ വരുന്ന ആളുകൾക്കിടയിൽ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒന്ന് പ്രസന്റിങ് പ്രോബ്ലം ആണ്, അതിന്റെ പ്രധാനമായിട്ട് അതിന് തന്നെയാണ് പരിഗണിക്കേണ്ടത്. പക്ഷെ ക്ലയന്റ് എന്തിനാണ് കൗൺസിലിംഗ് വന്നത്, ഒരു ആങ്സൈറ്റി കുറയ്ക്കാനാണോ അല്ലെങ്കിൽ ഉറക്കം ഒന്ന് റെഡിയാക്കാനോ, ആങ്കർ ആണോ, ഡിപ്രഷൻ ആണോ, എനിവേ
ഏത് മെന്റൽ ഇൽനെസ്സിലാണെങ്കിലും അതിലൊക്കെ നമുക്ക് ഓരോന്നിനായിട്ടുള്ള പിന്നെ കാര്യങ്ങൾ നോക്കണം. അതേപോലെ അവരുടെ ഡെവലപ്മെന്റൽ ലെവൽ നോക്കണം. കോഗ്നിറ്റീവ് എബിലിറ്റി എങ്ങനെയാണ്, ലാംഗ്വേജ് എബിലിറ്റി എന്തൊക്കെയാണ്, അറ്റൻഷൻ സ്പാൻ എന്തെങ്കിലും ഉണ്ടോ, ഇമോഷണൽ മെച്യൂരിറ്റി എങ്ങനെയൊക്കെയാണ്, അതേപോലെ നമ്മൾ പറഞ്ഞു കൾച്ചർ പറഞ്ഞു, അതേപോലെ അവരുടെ കമ്മ്യൂണിക്കേഷൻസുകൾ, ഇതൊക്കെ നമുക്ക് ഓരോന്നനുസരിച്ച് കാരണം അഡൾട്ടിനൊക്കെ ആണെങ്കിൽ CBT ഒക്കെ ആണെങ്കിൽ അഡോളസെന്റ് കേസിനാണ് തോട്ട് റെക്കോർഡ് കൊടുക്കാം, അതേപോലെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസുകൾ കൊടുക്കാം, പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ഓരോന്നിനും 5 മിനിറ്റ് 10 മിനിറ്റ് ഗ്യാപ്പ് എടുത്ത് നമുക്ക് അവരെ കൊണ്ട് ജയിക്കാം. അപ്പൊ അവർക്ക് അവരെ കുറിച്ച് റിയാലിറ്റി, ഞാൻ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്, എന്റെ പാരന്റ്സ് എന്തിനാണ് ഇവിടെ എന്നെ കൊണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണോ? എനി ഡൗട്ട്, എനി ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും? ഓക്കെ. അപ്പോ അതേപോലെ ഈ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് കൊടുക്കുന്നത് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പിനും അതേപോലെ നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് കൂടിയും അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു ക്ലയന്റ് നമ്മളെ അടുത്ത് വരുന്നത് എക്സ്ക്യൂസ് മീ, ഈ നമ്പർ പറഞ്ഞില്ലായിരുന്നോ 3-8 ആങ്സൈറ്റി കൂടുതലുണ്ടോ? അതെന്താ, ഒന്നുകൂടെ പറയാമോ? അത് നമുക്ക് സാധാരണ പിന്നെ നമ്മുടെ ആങ്സൈറ്റി ലെവൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ജസ്റ്റ് ഒരു ഡ്രോ ബാർ വരയ്ക്കുക. ഡ്രോ ബാർ വരച്ചിട്ട് 0, 1, 2, 3, 10 വരെ അതിൽ മാർക്ക് ചെയ്യും. എന്നാൽ സെൻട്രൽ 5 ആണ് നമ്മൾ നോർമൽ ഒരു മിഡിൽ സ്റ്റേജ്. 5ന്റെ താഴോട്ടാണെങ്കിൽ ആൻസൈറ്റി ലെവൽ കുറവാണ്. ഇനിയിപ്പോ എനി ഇമോഷൻസുകൾ അവിടെ എനിക്ക് കുറവാണ്, 5ന്റെ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ആൾക്ക് 5, 6 ലെവലിന്റെ ആ ഒരു ആൻസൈറ്റി ലെവൽ കൂടുതലാണ്. അല്ലെങ്കിൽ എനിക്ക് ഇമോഷണലി ഈ ഒരു സാഡ് ആണെങ്കിലും ഹൈ ആണ്. ഡിപ്രഷനുള്ള ആളുകളോട് ഈ ഒരാഴ്ച നമ്മൾ മൂഡ് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ ഇവര് പേപ്പറിൽ ഇങ്ങനെ ഓരോ വര വരച്ചിട്ട് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണ്, ഓരോ സമയത്ത് രാവിലെ എനിക്ക് ഇത്ര മൂഡ് റൈറ്റ് ഒരു മൂഡ് റൈറ്റ് ഇത്രയായിരുന്നു, ഉച്ചക്ക് എത്രയായിരുന്നു, രാത്രി ഇത്രയായിരുന്നു. എന്നിട്ട് ഇതിനെ അവർ സ്വയമായിട്ട് ഓരോ ദിവസം സമയം മൂഡ് ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട്, കാരണം ഇന്നലെ എത്രയായിരുന്നു, അപ്പൊ ഒരു നല്ലൊരു ആക്ടിവിറ്റി ചെയ്യുക, അവർക്ക് ഒരു സന്തോഷം കിട്ടുന്ന ഒരു പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ സെഷൻ ബേസിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കാം, ഒരൊറ്റ വര വരച്ചിട്ട് അവരോട് ചോദിക്കുക, എപ്പത്തെ റൈറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു 10ൽ നിങ്ങളുടെ ഇമോഷൻ റേറ്റ് എത്രയാണ്. അതിൽ 5 താഴെയാണെങ്കിൽ നോർമൽ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല, 4, 3, 2 അങ്ങനെ റേഞ്ചിൽ വരും. ഇനിയിപ്പോ 5 കൂടുതലാണെങ്കിൽ കുറച്ച് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഹൈ സിവിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാറ്റേണിലേക്ക് പോരും. കാരണം ആ ഒരു ക്ലയന്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്റെ മാനസികാവസ്ഥ ഇപ്പൊ ഈ ഒരു നിലയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നത്. ക്ലിയർ ആണോ? ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി അടുത്തത് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പാണ്. അപ്പോ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞ എത്ര നല്ലതായാലും ക്ലയന്റ് ഇമോഷണലി സേഫ് അല്ലെങ്കിൽ അത് ഒരു എഫക്റ്റീവ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമ്മുടെ മുമ്പിൽ ആള് വില്ലിങ് അല്ല. നമ്മളിനി എത്ര ഒരു ഡീപ്പസ്റ്റ് ലെവലിലുള്ള ഒരു ആക്ടിവിറ്റി കൊടുക്കുക, കാരണം ഈ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, പക്ഷെ ആ ഒരു മുമ്പിൽ എന്താണ്, കൗൺസിലിംഗ് റിലേഷൻഷിപ്പിൽ ആളൊരു നല്ലൊരു റാപ്പോ ആയിട്ടില്ല, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ആയിട്ടില്ല എന്നുള്ളത്, ഇമോഷണലി സേഫ് ആയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് എന്ത് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണം. ആ ഒരു ക്ലയന്റിനെ നമ്മൾ എന്താണ് ബഹുമാനിക്കാൻ നമ്മൾ തന്നെ പഠിക്കണം. ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവണം, എമ്പതി ഉണ്ടാക്കണം, നോൺ ജഡ്ജ്മെന്റ് ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണിക്കണം, ഇമോഷണൽ സേഫ്റ്റി കാണിക്കണം, അതേപോലെ കൊളാബറേഷൻ കാണിക്കണം. ഇതൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ട് റിലേഷൻഷിപ്പ് ആണ്, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്താണ്, അവർക്ക് തോന്നണം എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയണം, കാരണം എന്നെ ഇവിടെ ജഡ്ജ് ചെയ്യാൻ ആരും ഉണ്ടായില്ല, അൺകംഫർട്ടബിൾ ആണ്. കഴിഞ്ഞ ദിവസം ഒരു ലേഡി നമ്മളോട് പറഞ്ഞതാണ്, ഈ ഒരു വന്ന ചോദിച്ച് ഈ ഒരു ഇവിടെയൊക്കെ ഓൺലൈൻ കേസാണ്. അപ്പൊ ആള് ചോദിക്കാൻ ഒരു അരമണിക്കൂർ സംസാരിച്ച പെട്ടെന്ന് ആള് ചോദിക്കുകയാണ്, ഇവിടെ ഇതിന് റെക്കോർഡിംഗ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണുമോ എന്നുള്ളത്. അപ്പോ നമ്മൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഞാനിപ്പോ ഒരു അങ്ങോട്ട് തിരിഞ്ഞപ്പോ ആള് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒബ്സർവേഷൻ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് തോന്നുകയാണ്, ഇതെന്തോ ഒരു ചെപ്പോയാണ് തട്ടിപ്പായിട്ട് നിൽക്കുകയാണ്, ഞാൻ പറയണതൊക്കെ കേൾക്കാനുള്ള സാധ്യത അല്ലെ, ഈ റെക്കോർഡ് ചെയ്യാൻ സാധ്യത. ഞാൻ പറഞ്ഞത് റെക്കോർഡിംഗ് ഒന്നുമല്ല. റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തുടക്കത്തിൽ അറിയാൻ പറ്റും. ഇല്ല പിന്നെ സിസ്റ്റം എഡ്യൂക്കേറ്റഡ് ആണല്ലോ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് റെക്കോർഡ് ആണോ എന്നുള്ളത്. റെക്കോർഡ് ഒന്നല്ല, റെക്കോർഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യൂ.
കാരണം അതൊരു ഒരു കംഫർട്ടബിൾ ആയിട്ട് എന്താണ് എനിക്കത് പറയാൻ കാര്യം. പെട്ടെന്ന് എന്താണ് നമ്മളവിടെ ഇനിയിപ്പോ റെക്കോർഡ് ബട്ടൺ നെക്കിപ്പോയെന്ന് വിചാരിക്കുക, അവിടെ നമ്മൾ സ്റ്റക്കായി പോകാൻ നിൽക്കാൻ പാടില്ല. ഒരു അബദ്ധവശാൽ എന്താണ് പറ്റിപ്പോയതാണ്, അവിടെ നമ്മളെ ആ റെക്കോർഡ് എന്തെങ്കിലും അവരെ മുമ്പ് തന്നെ ക്യാൻസൽ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ആ റെക്കോർഡ് എന്താണ് അവർക്ക് അതിന് തന്നെ ഇതുവരെ പറഞ്ഞതൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് അവരൊരു നമുക്ക് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. കാര്യം ഇതൊരിക്കലും പുറത്തേക്ക് വിടില്ല, ഇതൊക്കെ കോൺഫിഡൻഷ്യലി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് എന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷ്മതയോട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ അതേപോലെ ഇവർക്ക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ക്ലയന്റ് ഇമോഷണലി സേഫ് ആണെങ്കിൽ ഒരു ആക്ടിവിറ്റി കൂടുതൽ ചെയ്യാൻ വേണ്ടി അവർ എന്ത് ചെയ്യും, വരും. അതായത് നമ്മൾ എന്ത് പറയണതും ആ ഒരു സമയത്ത് അവർ ചെയ്യും. കാരണം ആ ഒരു കൺഫേർഡ് സോണിലാണോ എന്ന് നമുക്കത് മനസ്സിലാക്കണം. കാരണം ഒരു ക്ലയന്റിന് നമ്മളൊരു ചോയ്സ് നൽകുകയാണ്. കാരണം ഇതൊരു തോട്ട് റെക്കോർഡ് കൊടുത്തു, ആ തോട്ട് റെക്കോർഡ് കൊടുക്കുന്ന സമയത്ത് അവരോട് പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കൂ, നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ ഒരു ചിന്തകളൊക്കെ ഒന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ട്. അപ്പൊ അയാൾ പറയാണ് അത് അവിടെ ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് ഇതൊന്നും അല്ല വേണ്ട, എന്റെ കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായിട്ട് പറഞ്ഞു തീർന്നിട്ടില്ല, അതിനു മുമ്പ് എന്താണ് നിങ്ങൾ ഇവിടെ എഴുതിയും കുട്ടി. അപ്പൊ അവിടെ എന്താണ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഇമോഷൻസോ അല്ലെ ട്രസ്റ്റോ നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അതില് ചില പ്രൊസീജിയേഴ്സുകൾ ഉണ്ട്. അപ്പോൾ എക്സ്പ്ലെയിൻ ദ ആക്ടിവിറ്റി ആണ് ഒന്ന്. ഈ ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായിട്ടുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ലാംഗ്വേജിൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ അവരോട് പറയാ, ഇതൊരു ഇമോഷണൽ ആക്ടിവിറ്റി ആണ്. കുറച്ച് ഈ ഒരു കാർഡിൽ നിങ്ങൾ ഇമോഷൻസുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഏതൊരു നിമിഷം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങളുടെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കാനും അത് തിരിച്ചറിയാനും നിങ്ങൾക്ക് കഴിയും. അപ്പോ ഇവിടെ ഒന്ന് ക്ലയന്റ് മനസ്സിലാക്കേണ്ടത് വാട്ട്, വൈ, ഹൗ എന്നുള്ളത്. എന്താണ് ആക്ടിവിറ്റി, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ കൊടുക്കണം. ഇപ്പൊ വീട്ടിലേക്ക് പോയി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകാന്നത് മാത്രമല്ല, അവർക്കൊരു ജസ്റ്റ് ഒരു ഞാനൊക്കെ ഒരു വൈറ്റ് പേപ്പറിലൊക്കെ ചില സമയത്ത് എഴുതി കൊടുക്കും. കാരണം അവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ കോൺടാക്ട് ആയിക്കോളണമെന്നില്ല. അപ്പൊ അവർക്ക് എഴുതി കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ളത്. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത് ഒബ്റ്റെയിൻ അഗ്രിമെന്റ് ആണ്. ഈ ഒരു ആക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ക്ലയന്റിനോട് ഒരു അഗ്രിമെന്റ് ഇപ്പം നമ്മൾ പറയണം. കാരണം ഇത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത്. കാരണം ഇത് ചെയ്യാൻ നിർബന്ധിക്കുന്നതിന് പകരം അവരോട് ചോദിക്കുക, നിങ്ങൾ ഇത് ആക്ടിവിറ്റി ഒരു ട്രൈ ചെയ്യാമോ ഒരു തവണ, പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ. കാരണം നമ്മൾ പറയുന്നൊന്നും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പാരന്റ്സ് പറയുന്നത് കേൾക്കുന്നില്ല, പിന്നെ നമ്മൾ പറയുന്നത് അവർ കേൾക്കോ ഇല്ല. അപ്പൊ ആ ക്ലയന്റ് നോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, അവിടെ അവരെ ബഹുമാനിക്കാൻ, നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പിന്നീട് എപ്പോഴും മറ്റൊരു പിന്നെ സെഷനിൽ നോക്കാം എന്നുള്ളതിന്. പിന്നെ അത് അടുത്ത സെഷൻ വരുന്നത് അടുത്ത ഓപ്ഷൻ ക്ലാരിറ്റി ദാറ്റ് പാർട്ടിസിപ്പേഷൻ വോളണ്ടറി. കാരണം ഈ ഒരു കൗൺസിലിംഗ് ആക്ടിവിറ്റി പാർട്ടിസിപ്പന്റ് എന്തായാലും ഒരു വളണ്ടറി ടൈപ്പ് ആയിരിക്കണം. കാരണം നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു പോയിന്റ് അയാൾക്ക് ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യം, ഏതെങ്കിലും ഒരു ഭാഗം അയാൾക്ക് അൺകംഫർട്ട് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. പ്രത്യേകിച്ചും ഈ ഒരു ഇമോഷൻ, അതായത് ബോർഡർ ലൈൻ ബൈപോളാർ കേസുകളൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാം DBT ആണ് അവർക്ക് ഏറ്റവും ബെറ്റർ ആയി. ചില സമയത്ത് DBT ഒന്നും എവിടെയും എഫക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം അവർക്ക് ശരിക്കും ആ ഒരു സ്റ്റേജിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ എന്താണ് ഞാൻ റെഡി ആവും, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവും എന്നൊക്കെ തോട്ട് ആ സമയത്ത് അവർക്ക് വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഈ വളണ്ടറി എന്താണ് ഒരു ഓട്ടോണമി പ്രൊട്ടക്ട് അവർക്ക് കൊടുക്കാം. അതായത് അവരോട് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനൊന്ന് ആക്ടിവിറ്റി ചെയ്യാൻ പറയും, ഇതിനൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അവരിഷ്ടപ്രകാരം നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ എന്താണ് ഈ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒബ്സർവ് റിയാക്ഷൻസ് ആണ്. കാരണം ആ ഒരു ഒബ്സർവ് റിയാക്ഷനിലേക്ക് വരുന്ന എന്താണ് ആ ക്ലയന്റ് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് എന്താണ് ശരിക്കും അയാളുടെ ഒരു പിന്നെ ബിഹേവിയർ പരമായിട്ട് എന്തൊക്കെയാണ്, അതേപോലെ ഇമോഷൻ റിയാക്ഷൻസ് എന്തൊക്കെയാണ്, സഡൻലി സൈലൻസ് ആയി പോകുന്നുണ്ടോ, കരച്ചിൽ വരുന്നുണ്ടോ അയാൾക്ക്, ഏതെങ്കിലും തരത്തിൽ ഐ കോണ്ടാക്ട് ഉണ്ടോ, ഏതെങ്കിലും ഒരു റെസ്റ്റ്ലെസ്നെസ് അയാൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, ഒരു ഷേക്കിംഗ് ഉണ്ടോ, ബ്രീത്തിങ് ചേഞ്ചസ് ഉണ്ടോ. ഇതൊക്കെ നമുക്ക് ഫിസിക്കലി ആയിട്ടും അല്ലെങ്കിൽ അവരുടെ അതേപോലെ അവർ പറയാണ് ഐ ഡോണ്ട് നോ, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് അത് സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യും, എന്താണ് ശരിക്കും അയാൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ഡിസ്ട്രസ് എന്ത് ചെയ്യും, അയാൾക്ക് എക്സസീവ് ആയിട്ട് എന്താണ് വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്
അയാൾ ഒരു ഇമോഷണലി ഓവർ ഹെൽമഡ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം അവിടെ ആക്ടിവിറ്റി അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ ഇതിനെ ഇൻസിസ്റ്റ് നമ്മൾ ഒരിക്കലും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആ പ്രശ്നങ്ങൾ. അപ്പൊ ഒന്ന് മനസ്സിൽ ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ട്രോമ അയാൾക്ക് ഇതിൽ എഫക്റ്റീവ് ആണ്. അതുകൂടി നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്ക് ഒരു ഇമോഷണൽ ടച്ചിങ് ആയിട്ടുള്ള ഒരു സെഷനിൽ വരുന്ന സമയത്ത് പലപ്പോഴായിട്ട് ചില പ്രത്യേകിച്ച് ഗ്രീഫുകൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അതേപോലെ ഫാമിലിയിൽ ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും ഒന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇവർ കുറേ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക്, കാരണം ഈ ഒരു ഗ്രീഫ് മാത്രമായിരിക്കില്ല അതിന്റെ കൂടെ, ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും തരം അവരുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു ട്രോമ കൂടി ഉണ്ടാവും. ഓൾറെഡി ഇതൊരു ട്രോമയാണ്, പക്ഷെ അതിന്റെ കൂടെ എന്താണ് ഇവർക്ക് ആ ഒരു ട്രോമയും കൂടെ ആഡ് ഓൺ മിക്സഡ് ആയിട്ട് വരുന്ന സമയത്താണ് ശരിക്കും ഇവർക്ക് എന്ത് ചെയ്യാം ഇമോഷണൽ നമ്പ്നെസ് എന്ന് പറയുന്നത്. കാരണം ഉള്ളിൽ നിന്നൊരു തട്ട് എന്ന് പറയാറുണ്ട്. ചില സമയത്ത് എന്താണ് ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടി അവർ പോവുക. കാരണം എനിക്ക് എന്താണ് സംഭവിക്കുക എനിക്ക് അറിയാൻ പറ്റുന്നില്ല. സങ്കടമുണ്ട്, പക്ഷെ അതെന്തിന്റെ കാരണങ്ങളാണ്, പക്ഷെ എനിക്ക് കരയാൻ പറ്റുന്നില്ല, പക്ഷെ അതിന്റെ റീസൺ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ അവര്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം അവരോട് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു പോസ് സ്റ്റോപ്പ് എന്നുള്ള ആ രീതിയിൽ അവർ ഒന്ന് ജസ്റ്റ് ഒരു റിലാക്സേഷൻ കൊടുക്കുക. അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള റിലാക്സേഷൻ മെത്തേഡുകളുടെ ഒരു ഉപയോഗം വരുന്നത്. അവർ ബ്രീത്തിങ് എക്സസൈസ് അവരെ കൊണ്ട് എടുപ്പിക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക നിങ്ങൾക്കിപ്പോൾ നിലവിൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തോന്നുന്നത്. ആ സമയത്ത് ഗ്രൗണ്ടിങ് ടെക്നിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഓറിയന്റേഷൻ ടു പ്രസന്റ്, അതായത് ജസ്റ്റ് ഒന്ന് അവരെ എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് നടക്കാനോ ഒന്ന് പുറത്തേക്ക് പോകാനോ, അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ കാലത്ത് കുറേ സംഭവമില്ലേ പിന്നെ തണുത്ത വെള്ളം കൊണ്ട് അവരെ മുഖം കഴുകിക്കുക, ഐസ് ക്യൂബുകളൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് പിടിപ്പിക്കുക. ഇതൊക്കെ എന്താണ് ആ ഒരു സെഷൻ ബേസ് ആയിട്ടുള്ള അവർ മൊത്തത്തിൽ ഒന്ന് കാം ആക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ എന്ത് ചെയ്യും നമ്മൾ ബാക്ക് ടു ആക്ടിവിറ്റീസ് ആണ്. ആ ഒരു ആക്ടിവിറ്റിയെ നമ്മൾ എന്താണ് തീരുമാനിച്ചിട്ട് ആ ആക്ടിവിറ്റിയെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തെടുക്കുക. കാരണം ആ ആക്ടിവിറ്റി എന്താണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെന്നില്ല, പക്ഷെങ്കിൽ അതിനൊന്ന് ചെറിയ രീതിയിലൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു കുറച്ച് പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ കൂട്ടിയിട്ടാ. അപ്പൊ അവരുടെ നിങ്ങൾക്കിപ്പോൾ അത് നേരത്തെ ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നി, പക്ഷെ എന്താണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ്ഫുൾ പെയിൻഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് മോഡിഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും പ്രധാന തോട്ട് റെക്കോർഡ് കൊടുക്കുകയാണെങ്കിൽ അവർ പറയും നിങ്ങൾ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മയിൽ മറക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എടുക്കാം. ആ ഒരു സിറ്റുവേഷൻ എന്താണ് നിങ്ങൾ എഴുതണമെന്നില്ല, ഒരൊറ്റ വാക്ക് എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ എഴുതി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും അവിടെ അവരുടെ ഫീലിങ്സ് എന്ത് ചെയ്യാം നമുക്ക് ശരിക്കും ഒരു അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിങ്, കാരണം ഞാൻ ഇതുവരെ പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഇമോഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളത്. കാരണം ഒരു ആക്ടിവിറ്റീനാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത്, ഇമോഷൻ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് അവിടെ കൊടുക്കാനുള്ളത്. പക്ഷെ ഇതിന് ശേഷം പ്രോസസ് എക്സ്പീരിയൻസ്. ഈ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ പ്രോസസ്സിങ്ങിൽ എങ്ങാണ് ശരിക്കും അവരെ പ്രസന്റ് ഇഷ്യൂസിലേക്ക് പോകുക. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന റിഫ്ലക്ഷൻസ് ക്വസ്റ്റ്യൻസുകൾ, സോക്രാറ്റിക് ക്വസ്റ്റ്യൻസുകൾ, പിന്നെ മാജിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും എന്താണ് നിങ്ങൾ അവിടെ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, എന്താണ് ശരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. പല ക്ലയന്റും എന്താണ് ഞാൻ CBT ആണെങ്കിൽ തോട്ട് റെക്കോർഡ് ഞാൻ കുറെ ഉപയോഗിച്ചതാണ്, യാതൊരു മാറ്റവും ഇല്ല, ഇതൊക്കെ വെറും വേസ്റ്റ് ആണ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ വരുന്ന ആളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അവിടെ CBT കൊടുക്കാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്. ആളോട് പറയാം നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ശരിക്കും മോശമായിട്ട് തോന്നിയിട്ടുള്ളത്, എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ തിരിച്ചറിയാൻ പറ്റാത്തത്, ഏത് സിറ്റുവേഷനാണ് നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആരെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു തെറാപ്പിയുടെ റിലേഷൻഷിപ്പ് സേഫ്റ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊസീജിയറാണ്, ഒരു എക്സ്പ്ലെയിൻ ഉണ്ടായിക്കൂടെ, ആക്ടിവിറ്റി എക്സ്പ്ലെയിൻ, പിന്നെ അഗ്രിമെന്റ്, അതേപോലെ വളണ്ടറി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം, ഒബ്സർവ്, റിയാക്ഷൻ, ഫൈനലി പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രോസസ് എക്സ്പീരിയൻസ്. ഈ രീതിയിലായിരിക്കണം നമ്മൾ ശരിക്കും ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് ആ ലെവലിലേക്ക് അവരെ എത്തിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ സാർ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അവരുടെ ഒരു ഐസ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരാൾ കൗൺസിലിംഗ് നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റിനിടയിൽ നമുക്കൊരു കംഫേർട്ട്, ഒരു സ്ട്രെസ്, അതേപോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റേജുകൾ ഇതൊന്നും ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ബ്രേക്കിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരാള് നമ്മുടെ മുമ്പിൽ വന്ന് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്താണ് നിങ്ങളിവിടെ വന്നത് ചോദിക്കുന്നത് പകരം
നമുക്ക് ചോദിക്കാം, നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിൽ ഈ ഒരു ടെസ്റ്റ് അവർക്ക് എന്ത് ചെയ്യും, കൗൺസിലർ എന്നെ ജഡ്ജ് ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ ഒരു കോൺഫിഡൻഷ്യലി ആണോ, കാരണം ഇതൊക്കെ നമുക്ക് പിന്നെ ഇത് ശരിക്കും നേരത്തെ പറഞ്ഞ റെക്കോർഡിംഗ് ആണോ, അങ്ങനത്തെ പല ചോദ്യങ്ങളും എന്താണ് അവർക്ക് ചോദ്യങ്ങൾ വരും, ഒരു ഉള്ളിൽ വരും. പക്ഷെ ആ ഒരു ഇന്നർ ഫീലിങ്സ് എന്താണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവരെ കുറിച്ച് തന്നെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പറയുന്നത്. അപ്പോ അവിടെ ശരിക്കും എന്താണ് ഒരു അഡോളസൻസ് ആണോ കുട്ടിയാണോ നോക്കാതെ നമ്മൾ ശരിക്കും അവരെ പ്രോബ്ലത്തിലേക്ക് തന്നെ തന്നെ നമ്മൾ ചോദിക്കാതെ തന്നെ അവരെ എത്തിക്കുന്ന ഒരു രീതിയാണ് ഈ ഒരു ഐസ് ബ്രേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഒരു കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ഒരു ക്രിയേറ്റ് ചെയ്തേക്കുക. കാരണം ആ ഒരു ക്ലയന്റിന് ഇനീഷ്യലായിട്ട് ഒരു ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അയാൾ ഒരു നല്ല രീതിയിൽ സംസാരിക്കുക, പിന്നെ റാപ്പോ ബിൽഡപ്പ് ചെയ്യുക, അതേപോലെ കമ്മ്യൂണിക്കേഷൻ, ഓരോ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അവിടെ നടത്താം. ക്ലയന്റിന്റെ ആ ഒരു ഇൻട്രസ്റ്റുകൾ ഒന്ന് മനസ്സിലാക്കുക, അയാളുടെ സ്ട്രെങ്ത്തുകൾ ഉണ്ട്, എന്തൊക്കെ ഹോബീസുകൾ ഉണ്ട്, അയാൾക്ക് എന്തൊക്കെയും പ്രിഫറൻസുകൾ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൊളാബറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ഇതുവരെ ഓക്കെ ആയി കഴിഞ്ഞാൽ തന്നെ അയാൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാൻ റെഡി ആവും. അപ്പൊ അതിനുശേഷം നമുക്കൊരു ആക്ടിവിറ്റീസ് വേണം കൊടുക്കാൻ. ഐസ് ടു ട്രൂത്ത് ആൻഡ് എ ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി. അതായത് ആ ക്ലയന്റിനോട് തന്നെ കുറിച്ച് തന്നെ ഒരു 3 സ്റ്റേറ്റ്മെന്റ് പറയാൻ പറയാം. ഒന്ന് സോറിട്ടോ, അതായത് ആ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത്, ഒന്ന് ചിലപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് പറയും, ഒന്ന് ഏറ്റവും മനോഹരമായിട്ട് ഒരു ചിത്രം വരക്കാൻ പറയും, ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെറ്റ് ഏതാണ്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഫുഡ് ഏതാണ്, ഈ ഒരു 3 കാര്യങ്ങൾ പറയാൻ പറയും. 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്തിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ എന്താണ്, മറ്റൊരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ക്ലയന്റ് ഒക്കെ വേണമെങ്കിൽ അവരോട് പറയാം. പിന്നെ ഇതൊക്കെ കുറച്ച് ഡീപ്പസ്റ്റ് ലെവലിൽ പോവുകയാണെങ്കിൽ മാത്രം അവരോട് പറയാം, ജീവിതത്തിൽ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇപ്പൊ നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങൾ 3 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താം. അതിലൊന്ന് സത്യം, ഏറ്റവും നിങ്ങൾക്ക് ഉറപ്പുള്ള 2 സത്യങ്ങൾ, അതേപോലെ ഒന്ന് നടക്കാൻ സാധ്യതയില്ല, കാരണം വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷെ ഇവർക്ക് ആങ്സൈറ്റി കാരണം അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള പ്രയാസങ്ങൾ കാരണം മറ്റുള്ള ആളുകളെ കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണകൾ കാരണം ഒക്കെ പ്രഡിക്ഷൻ ആയിരിക്കും, അതെന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അയാൾ എന്നെ കെയർ ചെയ്യാൻ സാധ്യതയില്ല, എന്നെ പഴയതുപോലെ എന്നോട് ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതിനെക്കുറിച്ച് 3 കാര്യങ്ങൾ അവിടെ എഴുതുന്ന സമയത്ത് ഒന്ന് 2 സത്യങ്ങളും ഒന്ന് കളവാകുന്ന രീതിയിലുള്ള കാര്യം. അപ്പൊ അതിൽ നിന്നും അവരെന്ത് ചെയ്യും, ഈ 2 സത്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ചെറിയൊരു ആക്ടിവിറ്റി, നമുക്ക് എന്താണ് അതിനെ കുറിച്ച് ഓരോന്നിനായിട്ട് നമ്മൾ കോൺവെർസേഷൻ തുടങ്ങുക. ഏതെങ്കിലും തരത്തിലെ ഒരു ട്രോമ ഹിസ്റ്ററി ഉള്ള ക്ലയന്റ് ആണെങ്കിൽ അയാള് പേഴ്സണൽ ആയിട്ട് ഇൻഫർമേഷൻ ഒന്നും നമ്മളോട് ഒരു കാര്യം അത് നമ്മളോട് പറയില്ല. അപ്പൊ അതെന്ത് ചെയ്യാം, അത് മാത്രമല്ല നമുക്ക് ഇതിലൂടെ ഈ ഒരു ആക്ടിവിറ്റീസിലൂടെ അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണ്, അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ, ട്രൂത്ത് ആൻഡ് എ ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിലൂടെ. അതേപോലെ മറ്റൊന്നാണ് ഗെറ്റ് ടു നോ മീ കാർഡ്. കാരണം ഇതൊക്കെ നമുക്ക് കുട്ടികൾക്കിടയിലാണ് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത്. അതായത് ഒരു ഫേവറേറ്റ് ആക്ടിവിറ്റീസ് അവിടെ എടുക്കുക, അതേപോലെ അവരോട് പറയാം പിന്നെ ഈ ഒരു ആക്ടിവിറ്റീസിനെ കുറിച്ച് നിനക്ക് എന്താണ് ഏറ്റവും കൂടുതൽ, നിനക്ക് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ നിനക്കത് പിക്ചർ ആയിട്ട് നിനക്ക് തരാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പിന്നെ ഈ ഒരു ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് നീ ചെയ്യാറുള്ളത്, അങ്ങനെ പറഞ്ഞ് കുട്ടികൾക്കിടയിൽ ഇനിയിപ്പോ അഡോളസന്റ് അഡൾട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫേവറേറ്റ് പ്ലേസ് കൊടുക്കാം. അല്ലെങ്കിൽ തനിക്ക് എന്താണ് ഇപ്പൊ ശരിക്കും ഒരു ഫ്രീഡം ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും എനിക്ക് പാരന്റ്സിനെ വിശ്വാസമില്ല, അല്ല ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളെ പേര് പറയാം. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യും, അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അവരെ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ്. പിന്നെ അടുത്തത് കോമൺ ഇൻട്രസ്റ്റുകൾ. കാരണം അവർക്ക് അവിടെയാണ് നമ്മൾ സാധാരണ ലോഗോ തെറാപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലോഗോ ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ നോർമലി ആയി ടോക്കിങ്ങിൽ തന്നെ ലോഗോ ചെറിയൊരു പ്രൊസീജിയർ അവിടെ നടത്തുകയാണ്. ശരിക്കും ഇവർക്കുള്ള ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ ഇവരുടെ സ്ട്രെങ്ത് എന്താണ് നമ്മൾ കണ്ടെത്തുക. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ശരിക്കും ഇയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇയാളിപ്പോ നിലവിൽ ജോലിക്ക് പോകുന്നുണ്ടോ, സാലറീഡ് ആണോ, അതല്ലെങ്കിൽ എന്താണ് മറ്റേതെങ്കിലും കാര്യത്തിൽ സ്പോർട്സ്, മൂവീസുകൾ, ഗെയിംസുകൾ, ട്രാവലിംഗ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു സ്ട്രെങ്തോ ഹോബീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കോമൺ ഇൻട്രസ്റ്റ് ഫീലിംഗ് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമോഷൻ ഐഡന്റിഫിക്കേഷൻ, അതാണ് ഫീലിംഗ് ചെക്കിന് അവിടെ
ഇമോഷൻ ഐഡന്റിഫിക്കേഷൻ ഇമോജികൾ വെച്ചിട്ട് ആ ഒരു സ്വയം ഇമോഷൻസ് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ അവിടെയാണ് 0 to 10 എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്കെയില് നമ്മൾ റേറ്റിംഗ് സ്കെയില് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടും. അപ്പൊ ഈ ഒരു സമയത്ത് ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അവരോട് ചോദിക്കുക, ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ അത് നമ്മളുമായിട്ട് ഒരു ഭാഗമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ റിഫ്ലക്ഷൻസ് ഏറ്റവും ഈസി ആയിട്ടത് എന്താണ്, ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളതാണ്, ശരിക്കും നിങ്ങൾ ഇവിടെ നോട്ടീസ് ചെയ്തത് എന്താണ്, ഇത് വെച്ച് നോക്കാൻ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്. അപ്പൊ അയാള് പറയും എനിക്ക് ലൈഫിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിന് എല്ലായിടത്തും പരാജയമാണ്, എന്നും നഷ്ടങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി അയാൾക്ക് ലോ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്, തീരെ കോൺഫിഡൻസ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലൊരു ഇന്റർവെൻഷൻ പ്ലാനിൽ കൂടി അവിടെ കണ്ടെത്താൻ പറ്റും. ഇങ്ങനെയാണ് ശരിക്കും ഒരു ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കേണ്ടത്. അതേപോലെ പേഴ്സണൽ സർക്കിൾ ആക്ടിവിറ്റീസുകൾ. കാരണം എന്താണ് ശരിക്കും ഒരു പേഴ്സണൽ ആക്ടിവിറ്റി സർക്കിൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? സെൽഫ് അവയർനെസ്, അതേപോലെ റിസോഴ്സ് മാപ്പിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഇതിന് പറയും. കാരണം സ്വന്തത്തെ കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാക്കാം. നമുക്ക് സൊല്യൂഷൻ ഫോക്കസ് തെറാപ്പിയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ടെക്നിക്ക്, കാരണം ക്ലയന്റിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസുകൾ നമ്മൾ എന്ത് ചെയ്യും, സർക്കിൾ ആയിട്ട് എന്ത് ചെയ്യും, റീപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇത് കൊടുക്കുന്നത്. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അയാം എന്ന് പറയുക, അല്ലെ മീ എന്ന് പറയുന്ന സമയത്ത് എന്റെ സ്ട്രെങ്ത് എന്താണ്, എന്റെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള അവർക്ക് സ്വയം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് പ്രധാനമായിട്ട് ഒരു ആക്ടിവിറ്റീസ് എന്താണ്, ഒരു സെൻട്രൽ സർക്കിൾ ആണ്. ഒരു സർക്കിൾ എന്ത് ചെയ്യാം, നമ്മൾ വരച്ചു കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ എന്താണ്, ചിലപ്പോൾ ഒരു റൗണ്ട് പോലെ, ഒരു പൂജ്യം പോലെ, എന്നാൽ കുറച്ച് പേപ്പറിൽ വരച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താണ്, അതിനെ എന്ത് ചെയ്യാം, ഒരു 4 പാർട്ടാക്കിയിട്ട് തന്റെ സ്വയം ആയിട്ട് ഒരു 4 പാർട്ടാക്കും ആ ഐഡന്റിറ്റി, ആ ഒരു സർക്കിളിനെ. എന്നിട്ട് ആ സർക്കിളിന്റെ ഉള്ളിൽ എന്താണ്, ഒരു ഭാഗം മൈസെൽഫ് ചെയ്തു, സ്വന്തത്തെ കുറിച്ച് എനിക്ക് എന്താണ് പറയാനുള്ളത്, അതേപോലെ അതിന്റെ എനിക്ക് എന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ്, അതേപോലെ ഇമ്പോർട്ടന്റ് പീപ്പിൾസുകൾ എന്തൊക്കെയാണ്. അപ്പൊ ഈ സ്ട്രെങ്ത് ഗോൾ എന്താണ്, ശരിക്കും അയാൾ മൈസെൽഫിലേക്ക് എനിക്ക് കെയറിങ് കിട്ടുന്നുണ്ടോ, എനിക്ക് റെസ്പെക്ട് കിട്ടുന്നുണ്ടോ, എന്റെ നിലവിലെ പ്രശ്നങ്ങൾ മറ്റാർക്കെങ്കിലും അറിയോ, ഇതങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൈസെൽഫിൽ വരുന്നത്. അടുത്തതിൽ വരുന്നത് ഇൻട്രസ്റ്റിലേക്ക് വരുന്നത്, എനിക്ക് താല്പര്യം, നിലവിൽ എന്റെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവേണ്ടത്, ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം. ആ ഒരു ക്ലയന്റിന് തന്നെ നമ്മൾ അതിന് മുൻകൂട്ടിയായിട്ട് അയാൾ തന്നെ ഇത് ഇന്റർവെൻഷൻ കാണുന്ന, അയാൾക്കൊരു അഭിപ്രായം ഉണ്ടല്ലോ എന്റെ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാം എന്നുള്ളത്. പിന്നെ അതേപോലെ ഇമ്പോർട്ടന്റ് പീപ്പിൾ സർക്കിൾ തേർഡ് പാർട്ട് കൊടുക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് എനിക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ ഉള്ളത്. കാരണം എന്റെ പാരന്റ്സ് എന്റെ കൂടെ ഉണ്ടോ, ഭർത്താവുണ്ടോ, ഭാര്യയുണ്ടോ, അതെ ഫ്രണ്ട് ഉണ്ടോ, ശരിക്കും ഒരു മെന്ററായിട്ട് ആരെങ്കിലും ഒരാളുണ്ടോ എന്നുള്ളത്. പലപ്പോഴും ക്ലയന്റുകൾ പറയും എന്നെ കേൾക്കാൻ ആരുമില്ല, എന്റെ സങ്കടങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവിടെ ചുറ്റുപാടുകൾ കുറെ ആളുകൾ ഉണ്ടാവും, പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു സർക്കിൾ വരച്ചു കൊടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്നിട്ട് അവരോട് ചോദിക്കുക, ഈ 4 പാർട്ട് തിരിഞ്ഞിട്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആരെയാണ് നമ്മൾ തൽക്കാലം കോണ്ടാക്ട് ചെയ്യേണ്ടത്, സെൽഫിലേക്ക് എന്തൊക്കെയാ മാറ്റങ്ങൾ ഉണ്ടാക്കാം, അതായത് പ്രശ്നങ്ങളെ വൈകൾ എന്ന് വന്നിട്ടുള്ള രീതികൾ അങ്ങനെയൊക്കെ തിരിച്ചറിയാം. കാരണം ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് മുമ്പ് ഇയാളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു, ഇതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചു, ഇതൊക്കെ ഈ ഒരു സർക്കിളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ സാധാരണ ഈ ഒരു ഏർലി എക്സ്പീരിയൻസുകൾ നോക്കുന്നുണ്ട്, എന്തെങ്കിലും ട്രോമ ഹിസ്റ്ററീസുകൾ ഉണ്ടോ, ഈ ഒരു സർക്കിളിനോട് ഈ സംഭവിച്ചപ്പോൾ ഇയാളെല്ലാം പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു സർക്കിൾ, ഈ സറൗണ്ടിൽ വരുന്ന സമയത്ത്. അപ്പൊ അയാൾ എഡ്യൂക്കേഷൻ വരും, കരിയർ വരും, ബെറ്റർ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്നതിൽ വരും, അതേപോലെ പേഴ്സണൽ ഗ്രോത്ത് എന്തൊക്കെയോ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അയാൾ വരും. അപ്പൊ ഈ ഫൈനലി നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ, സപ്പോർട്ട് സർക്കിൾ എന്ന ഈ സർക്കിളെ നമ്മൾ എന്താണ് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, എനിക്ക് ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്, സ്വയം ഒരു തിരിച്ചറിവ്, എന്റെ കൂടെ എന്നെ സ്നേഹിക്കുന്നവർ ആരാ ഉള്ളത്, എന്നെ സപ്പോർട്ടിങ് ആരാ ഉള്ളത്. അതേപോലെ പ്ലേസസ്, എനിക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് എവിടെയാണ്. അതേപോലെ ആക്ടിവിറ്റീസുകൾ നമുക്ക് അവിടെ കൊടുക്കാം. എന്ത് ആക്ടിവിറ്റി എന്റെ ജീവിതത്തിലെ എന്ന രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, എന്ന സ്കില്ല് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്റെ പ്രശ്നങ്ങൾ എങ്ങനെ എനിക്ക് പരിഹരിക്കാം. സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു, പക്ഷെങ്കിൽ സാമ്പത്തികം എങ്ങനെ പരിഹരിക്കാം. മുമ്പ് ഒരു ക്ലയന്റ് വന്നതാണ്, ഞാൻ എന്ത് ബിസിനസ് ചെയ്യാൻ പരാജയമാണ്. അപ്പൊ പരാജയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അവിടെ ഈ ഒരു സർക്കിൾ നമ്മൾ വരച്ചു കൊടുക്കണം അയാൾക്ക്. അപ്പൊ മൈസെൽഫ് അയാൾ ഇതാണ്, ഞാൻ എല്ലായിടത്തും പരാജയമാണ്, ഒരുപാട് എനിക്ക് ലോസ് ഉണ്ട്, ഒരുപാട് 10-20 ലക്ഷം രൂപ കടമുണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ പാർട്ട് അയാൾ കൊടുക്കുകയാണ്,
അതേഴ്സിനെ കൊടുക്കുകയാണ്. അതായത് ഈ പറഞ്ഞിട്ട് ഇയാളെ ഫാമിലിയിൽ തന്നെ കുറച്ച് ആളുകളുണ്ട്. ഇയാൾ കൂടെ കൂട്ടുന്നത് ആരാണ്? സ്വന്തം ഭാര്യയുടെ കൂടെ പിന്നെ കസിൻസിനെ, അത് ഇയാളെ ഫാമിലിയിൽ തന്നെ കുറച്ച് ആളുകൾ. കാരണം പിന്നെ അതേപോലെ മറ്റൊരു പാർട്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ സപ്പോർട്ടീവ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, ചുരുക്കി പറഞ്ഞാൽ അയാൾക്ക് സീറോ ആണ്, ആരും ഇല്ല. കാരണം അയാളെ കാഴ്ചപ്പാടില്ല ആരും. കാരണം ഇയാൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് വീട്ടുകാർ അത് പറയുക, നീ അങ്ങനത്തെ ആളുകൾ സൂക്ഷിക്കണം കേട്ടോ, നിനക്ക് ഒരു എക്സ്പീരിയൻസ്. അത് അയാൾ കേൾക്കാൻ തയ്യാറല്ല. അയാൾ വിശ്വസിക്കുന്ന ഒരാൾക്ക് തന്നെ മാറ്റി ചിന്തിക്കുന്നില്ല. ഫിക്സഡ് മെമ്മറീസ് അല്ലെ ബ്രെയിൻ ആണ്. എനിക്ക് ഇന്നത് മഞ്ഞ മൈൻഡ് സെറ്റ് ആയിട്ട് എന്നെ ആരും വഞ്ചിക്കില്ല എന്നുള്ളത്. അപ്പൊ എല്ലാ തവണ ബിസിനസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും ഇയാള് മറ്റുള്ള കൂടിയവരെ തന്നെ അവര് ഇയാളെ മുക്കാണ് സംഭവം. പിന്നെ ഈ ഒരു സർക്കിൾക്ക് വന്ന സമയത്ത് ഇയാൾക്ക് തിരിച്ചറിവ് എന്താണ്, എവിടെ എന്തുകൊണ്ടാണ് എന്റെ ബിസിനസ്സിൽ ലോസ് ഉണ്ടാവുന്നത്. നമ്മൾ ആദ്യം കണ്ട ഈ സർക്കിൾ വരച്ചുകൊണ്ട് ഇനി നിങ്ങൾ ചെറിയൊരു ബിസിനസ് ചെയ്യുക. ആ ബിസിനസ്സിൽ എവിടെയാണ് പാളിച്ചകൾ ഉള്ളത് എന്ന് നമുക്ക് സ്വയമായിട്ട് ചിന്തിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും എത്ര ഇൻകം വരുന്നു, എത്ര നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എല്ലാം നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചതിന് ശേഷം എവിടെയാണ് കൂടുതൽ ഇൻകം വരുന്നത്, ഏത് ഭാഗത്താണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്, ഏത് സ്റ്റാഫാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഇതൊക്കെ നിങ്ങൾ ഒരൊറ്റ മാസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ഒരു മാസം അയാൾ ശരിക്കും നോക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും നമ്മൾ അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് പറയുന്നത് എന്റെ ഫാമിലീസ് തന്നെയാണ് എന്നെ ചീറ്റ് ചെയ്യുന്നത്. കാരണം കുറെ വർഷങ്ങളായിട്ട് ഇയാൾക്കത് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ രൂപത്തിലാണ് ശരിക്കും ഒരു സർക്കിൾ, അതായത് പേഴ്സണൽ സർക്കിൾ ആക്ടിവിറ്റീസുകൾ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അതെ സർ. ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. അതേപോലെ അടുത്തത് ഇമോഷൻ. സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോ. ഒരു ഇമോഷൻ നംനെസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അതെ അതെ. അതിപ്പോ നമ്മൾ ഈ ഇമ്മീഡിയറ്റ്ലി ചിലരിൽ കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഇപ്പം ഒരു ഫാദറോ മറ്റോ മരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മക്കള്, എനിക്ക് കണ്ടിട്ടുണ്ട് എന്റെ റിലേറ്റീവില്, ആ കുട്ടിക്ക് തീരെ കരയാൻ പറ്റാതെ ലൈക്ക് ഒരു 1 ഡേ ഫുൾ കരയാതെ ഒരു ഭയങ്കര ഒരു നംനെസ് പോലെ ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിതൊന്നും യൂസ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പൊ അതും കൈൻഡ് ഓഫ് ഇമോഷണൽ നംനെസ് തന്നെയല്ലേ വരുന്നത് അല്ലേ? അതെങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? അതെന്താ അതിന്റെ ബാക്കിലുള്ള ഇമോഷൻ നമ്പനസ് എന്ന് പറയുന്നത് അത് ആ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല അയാൾക്ക് ഉണ്ടാവുന്നത്. കാരണം അയാൾക്ക് പെട്ടെന്നൊരു ഫാമിലി പറഞ്ഞ ആരോ പെട്ടെന്നൊരു ഫാദർ മരിക്കുന്നു, അമ്മ മരിക്കുന്നു, ആ ഒരു സിറ്റുവേഷൻ മാത്രമല്ല അയാൾക്കുള്ളത്. അയാൾക്ക് ഇതിന്റെ മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അയാൾക്ക് എന്തെങ്കിലും തരത്തിൽ ചെറിയൊരു നെഗ്ലക്റ്റ് മതി, ഒരു റിജക്റ്റ് മതി ലൈഫിൽ. ആ റിജക്റ്റ് എന്ത് ചെയ്യും, മൈൻഡിൽ എന്ത് ചെയ്യും, ആ ബ്രെയിനിൽ ഫിക്സ് ആയി കിടക്കും. അതൊരു ആ സമയത്തൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ. കാരണം പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു കളിയാക്കലായിരിക്കാം, ഒരു ബുള്ളിങ് ആയിരിക്കാം, അങ്ങനെ പലതും സംഭവിച്ചതായിരിക്കാം. പക്ഷെങ്കിൽ എന്താണ്, ഈ കുറെ കാലം ഈ ഇമോഷൻസ് ആണ് നമ്മുടെ ബ്രെയിനിൽ എന്താണ് ഹൈഡ് ചെയ്തിട്ടാണ്. ഈ ഹൈഡ് ചെയ്യുന്ന സാധനം എന്താണ്, പിന്നെ വർഷങ്ങൾക്ക് ശേഷം തന്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻസ് വീണ്ടും സംഭവിക്കുകയാണ്. ഈ സംഭവിക്കുന്ന സമയത്ത് ഈ ഹൈഡ് ചെയ്ത സാധനം നമ്മുടെ മെമ്മറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഈ കോർട്ടെക്സ് എന്ത് ചെയ്യും, പതിയെ എന്താണ് ഹിപ്പോ ക്യാമ്പസിലേക്ക് പാസ് ചെയ്യും. ഈ ഹിപ്പോ ക്യാമ്പസ് എന്ത് ചെയ്യും, അമിഗ്ഡാല സ്വീകരിക്കും. അമിഗ്ഡാല സ്വീകരിക്കുമ്പോഴാണ് ശരിക്കും ഇമോഷൻ നമ്പനസ് ഉണ്ട്. അയാൾക്ക് അവിടെ കരയാൻ പറ്റുന്നില്ല, ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പറ്റില്ല. പണ്ടേ അങ്ങനെ ശീലമില്ല ആൾക്ക്. അങ്ങനെ ചിലപ്പോൾ അത് ഒരു സാധ്യതകളാണ്. ചിലപ്പോൾ അങ്ങനെയാണ് ശരിക്കും ഇമോഷൻ നമ്പനസ് വരും. അല്ലെങ്കിൽ പ്രത്യേക ആ ഒരു സാഹചര്യത്തിന് മാത്രമായിരിക്കില്ല, പക്ഷെ അയാൾക്ക് മുമ്പേ കുറെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. കാരണം ഇങ്ങനെ ഇമോഷൻ നമുക്ക് ഈ ഒരു നമ്പനസ് ഉള്ള ആളുകളെ അവരോട് ചോദിക്കാം. നമ്മളൊരു ചിലപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു ടെക്നിക്ക് തന്നെ ഒരു ഡ്രോബാർ വരച്ച് ചിലപ്പോൾ 2 or 3 തവണ നമ്മൾ അവരോട് ചോദിക്കാം, ശരിക്കും ഇങ്ങനെ ഫീലിംഗ് ഇത് തന്നെയാണ്, സ്കോറിങ് 5 തന്നെയാണ്, 3 തന്നെയാണ്, നിങ്ങൾ എന്താണ് ശരിക്കും ഇവിടെ അർത്ഥമാക്കുക, ശരിക്കും നിങ്ങളുടെ ഫീലിങ്സ് ഇത് തന്നെയാണ്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്യാണ് അയാളോട് പറയാം, ജസ്റ്റ് ഇമോഷൻ നമ്പനസ് ഫീൽ ചെയ്തുള്ള ആളുകളെ നമുക്ക് എങ്ങനെയാണ് അവരോട് പറയാം, ജസ്റ്റ് ഒരു ബോഡി സ്കാൻ. നിങ്ങൾ ജസ്റ്റ് ഒരൊറ്റ സെക്കൻഡ് 1-2 സെക്കൻഡ് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കാൻ പറയാം. നിങ്ങളോട് പറയാം നിങ്ങളുടെ തല ആദ്യം അതാണ് നമ്മൾ ശരിക്കും തല എന്നൊരു ഹെഡിലേക്ക് പോകുന്നത്. ശരിക്കും നമ്മുടെ കോർട്ടെക്സ് ശരിക്കും അവിടെ എന്താണ് വർക്ക് ചെയ്യുന്നത്. ഹെഡിൽ നിന്ന് നമ്മൾ നേരെ പറയും, നിങ്ങളുടെ തലയുടെ പല ഭാഗങ്ങളിലേക്കും ഒന്ന് ചിന്തിക്കാൻ പറയും, ഒരു കണ്ണ് ഓടിക്കാൻ പറയും. നേരെ എന്ത് ചെയ്യും, അവരുടെ ഫേസിലേക്ക് അടുത്ത് പോകുന്നത്.
സാധാരണ നമുക്ക് PMR അല്ലെങ്കിൽ മസിൽ റിലാക്സേഷൻ കൊടുക്കുന്നതിന് വ്യത്യസ്തമായിട്ട് ഒരു ബോഡി സ്കാൻ. കാരണം ഞാനിപ്പോ പ്രസന്റ്ലി എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് സ്വയമായിട്ട്, അതായത് ഒരു ഫീലിങ്സ് എന്ന ബ്രെയിൻ പാർട്ടായിട്ട് വരുന്ന ആ ബ്രെയിൻ എന്ത് ചെയ്യും, ഫേസിലേക്ക് കൊണ്ടുവരും. ഫേസിലേക്ക് കൊണ്ടുവന്നിട്ട് ശരിക്കും എന്റെ മുഖത്ത് ഈ ഒരു എക്സ്പ്രഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഞാൻ ചിന്തിച്ച കാര്യം എന്റെ ഫേസ് കാണുന്നുണ്ടോ. അതേപോലെ ഫേസ് കാരണം ചെസ്റ്റിലേക്ക് നേരെ പോവാണ്. ആ ഹൃദയമിടിപ്പ് ശരിക്കും ആ ഒരു സെൻസേഷൻ എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടോ. അത് നേരെ കഴിഞ്ഞ് നമ്മൾ വയറ്റിലേക്ക് പോവാണ്. ശരിക്കും ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഫീലിങ്സ് എന്താണ്, എന്റെ ശരീരം പൂർണ്ണമായിട്ടും അറിയുന്നുണ്ടോ. പിന്നെ അവരുടെ കൈകൾ മെല്ലെ ഒന്ന് തടവി നോക്കാൻ പറയും. അതേപോലെ കാലുകൾ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാൻ പറയും. അവന്റെ ശരീരത്തില് ഓരോ ഭാഗം എന്താണെങ്കിലും നമ്മൾ ചെറിയ ചെറിയ രീതി കുറഞ്ഞ സമയം കൊണ്ട് എന്താണ് കണ്ണുകൾ അടിച്ചിട്ട് ഒന്ന് അവരോടൊന്ന് മൈന്യൂട്ടായി ചെക്ക് ചെയ്താൽ ശരിക്കും ആ ഒരു ഇമോഷൻ നമ്പനെസ് എന്തുകൊണ്ടാണ് തന്റെ ലൈഫിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് എനിക്ക് ഒരു ഇമോഷൻ പ്രകടിപ്പിക്കാൻ പറ്റാത്തത് എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് അവരെ എത്തിക്കാൻ പറ്റും. അത് നമുക്ക് ഇതൊരു പ്രാക്ടിക്കലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സെഷനിൽ. ക്ലിയർ ആണോ? പിന്നെ നമുക്ക് ഗ്രൗണ്ടിങ് എന്റെ ടെക്നിക്കുകൾ കൊടുക്കാം. ക്വസ്റ്റ്യൻ അങ്ങനെ അല്ലായിരുന്നു സർ. ആ എന്റേത് ഞാൻ ചോദിച്ചെന്താണെന്നറിയോ, ഇപ്പൊ ആ കുട്ടി അവിടുന്ന് കരയുന്നില്ല. നോർമലി ഒരു ഫാദർ മരിച്ചാൽ ഫസ്റ്റ് കാണിക്കുന്ന ഇമോഷൻ ആ കുട്ടി കരയാന്നുള്ളതാണല്ലോ. അതെ. അപ്പൊ ആ കുട്ടി തീരെ കരയാതെ ഇങ്ങനെ നമ്മായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പം ടിൽ ദ നെക്സ്റ്റ് ഡേ, ആ ഫ്യൂണറൽ കഴിയുന്നത് വരെ, അതിനുശേഷമാണ് ആ കുട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞത്. അപ്പം ആ സമയത്ത് ആ ഇമോഷൻ ഒന്ന് എക്സ്പ്രസ് ചെയ്യാതെ അവന് ഹൈ ടെമ്പറേച്ചർ വരെയും ബോഡി ഭയങ്കര ഡൗൺ ആവുകയൊക്കെ ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ടെന്ന് ഇങ്ങനത്തെ നമ്മൾ ചെറിയ ടെക്നിക്സ് യൂസ് ചെയ്താൽ അത് നടക്കുമോ എന്നുള്ളതാണ്. നമ്മളിപ്പോ പറയുന്ന പോലത്തെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ, ലൈക്ക് അവൻ ചിലപ്പോ കരഞ്ഞിരുന്നെങ്കിൽ ഈ ടെമ്പറേച്ചറും കാര്യങ്ങളൊന്നും ഇല്ലാതെ അതങ്ങനെ ഇതാവുമായിരുന്നോ എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ ആ ക്വസ്റ്റ്യൻ ക്ലിയർ സമയത്ത് ആയെന്നറിയില്ല. ഓക്കെ ക്ലിയർ. അപ്പൊ ഈ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് കൊടുത്താൻ കാരണം അവരെ കരയാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമുക്കൊന്ന് ചെയ്യാനുള്ളത്. അവർ കരഞ്ഞോട്ടെ. കാരണം അവർക്ക് എന്ത് ചെയ്യും, പിന്നെ ഈ കരഞ്ഞിട്ട് എന്ത് ചെയ്യും, അവര് തന്നെ ഈ ഒരു കരച്ചിലിനെ അവർ സ്വയം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. തന്റെ ഫീലിങ്സിനെ കരയുന്നില്ല ആ കുട്ടി, കരയാതെ ഇങ്ങനെ തരിച്ചിരിക്കാന്ന് നമ്മൾ പറഞ്ഞ, ലൈക്ക് മരവിച്ച് ഇങ്ങനെ ഇരിക്കുക, കണ്ണൊക്കെ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത്, പിന്നെ വരുന്നവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, അത്ര തന്നെ. കരച്ചിലേ ഇല്ല. അപ്പം പക്ഷെ ഹൈ ടെമ്പറേച്ചർ വന്നു ബൈ നൈറ്റ്. അപ്പം അതിന് നമുക്ക് എങ്ങനെയാന്ന് അത് കൊറേ അതിന് പേര് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഈ ഒരു നംനെസ്സിനെ പറ്റി. ഇമോഷൻ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ ഉള്ളത് കൊണ്ടാണ് ഈ പ്രസന്റ് സിറ്റുവേഷൻ അയാൾ ആ കുട്ടി അങ്ങനെ അനുഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ മാത്രം അയാൾക്ക് ഇമോഷൻ പ്രശ്നങ്ങളല്ല. മുമ്പേ അങ്ങനെ പല സിറ്റുവേഷൻ ആ കുട്ടി ഇമോഷൻ അനുഭവിച്ചത് കൊണ്ട് ആ സമയത്ത് പ്രകടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇമോഷൻ നമ്പനസ് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന സിറ്റുവേഷൻ ബേസ് അല്ല, ബിഹൈൻഡ് ആയിട്ട് മറ്റു റീസണെങ്കിലും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ ആണ് സാർ. സാറേ, ഈ ഇമോഷണൽ നംനെസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്തുപോയത്, എന്റെ അമ്മയുടെ മരണം ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. പെട്ടെന്ന് 5 മണിക്ക് അമ്മയായിട്ട് സംസാരിക്കുന്നു, നാളെ കാണാന്ന് പറയുന്നു, പിറ്റേന്ന് പോകാനിരിക്കുന്നു, 8 മണിയാകുമ്പോഴേ അമ്മ മരിച്ചു എന്ന് അറിയുന്നു. അറ്റാക്ക് വന്നു പെട്ടെന്ന്. പുള്ളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പ്രയറൊക്കെ കഴിഞ്ഞ് അവിടെ TV കണ്ടോണ്ടാണ് ഞാൻ. അപ്പൊ എനിക്കിത് അറിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഹസ്ബൻഡ് സ്ഥലത്തില്ല, മോനും ഞാനേ ഉള്ളൂ. എനിക്ക് കരച്ചിൽ വരുന്നില്ല. അമ്മ അമ്മ അമ്മയെന്നും പറഞ്ഞിരിക്കുന്ന എനിക്ക് കരയാൻ പറ്റുന്നില്ല. എനിക്ക് തന്നെ എന്റെ മനസ്സിലോട്ട് കരഞ്ഞില്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാവും. ഞാനിത് കരച്ചിൽ പറഞ്ഞു കരയാൻ നമുക്ക് പറ്റത്തില്ല. എന്നാൽ ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളുമാണ്. പക്ഷെ ഈ ഇമോഷണൽ നംനെസ് മാം പറഞ്ഞ പോലെ എനിക്ക് വന്നു. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പോഴത്തേനും അവിടുന്ന് എന്റെ കസിൻ വന്നു, എന്നെ കൊണ്ടുപോകാനൊക്കെ വന്നു. എന്തെടുത്ത് വെക്കണം, എങ്ങനെ വെക്കണം, ഹോസ്പിറ്റലിലോട്ട് വരാൻ പറഞ്ഞു. പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി, ബോഡി വരാൻ പറഞ്ഞു, എന്തൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞു. ഞാൻ ഏതൊക്കെയോ ഒരു സ്കൂൾ ബാഗ് പോയി എടുത്തോണ്ട് വന്ന് അതിൽ എന്തൊക്കെ എടുത്തു വെച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ആദ്യം ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാല് ഞാൻ കൈ കൊണ്ട് പതുക്കെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ നെഞ്ചു വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡോട് ബാക്ക് ടാപ്പ് ചെയ്തിട്ട് പിന്നെ ഞാൻ ചെവി ഇങ്ങനെ ആക്കി കൈ ഓരോന്നും ഇങ്ങനെ കുടഞ്ഞു. എനിക്ക് ചെയ്യാവുന്ന എന്തൊക്കെയോ ഫസ്റ്റ് എയ്ഡുകൾ ഞാൻ ചെയ്തു നോക്കി. എങ്ങനെങ്കിലും ഞാനൊന്ന് കരയട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് പെട്ടെന്ന് കൊണ്ട് തലയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വിഷമിക്കുന്ന കാര്യം ഓർത്തെങ്കിലും കരയുന്നു. എന്നിട്ടും കരയുന്നില്ല. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, എടുക്കുന്നു, പോരുന്നു. പിന്നെ അവസാനം ഞാനെന്ത് ഒരു ശ്വാസം മേളിലോട്ടങ്ങ് എടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് എടുത്ത അമ്മയെ ഓർത്തപ്പം പതുക്കെ
ഒക്കെ എനിക്ക് ഫീലിങ്സ് വന്നു തുടങ്ങി, ഇമോഷൻ എടുത്ത ഫീലിങ്സ് വന്നു തുടങ്ങി. പിന്നെ 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 കണ്ണുനീര് കരയാൻ തുടങ്ങി. പക്ഷെ ഈ മാം പറഞ്ഞ പോലെ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഞാൻ നംനെസ്സിലായിരുന്നു. ബോഡി മാത്രം മെക്കാനിക്കലായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കൊരു ശകലം പോലും എന്തോ ഒരു മരവിച്ച അവസ്ഥ, ഫ്രോസൺ. ഞാൻ അനുഭവിച്ച ആളാണ് ഇപ്പൊ പറഞ്ഞതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. കുറെ നേരമൊക്കെ പിറ്റേന്ന് കരഞ്ഞു. പക്ഷെ അതോടുകൂടി എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞ് പിന്നെ വന്നൊരു പ്രശ്നം എന്താണെന്ന് അറിയോ, ഞാനിത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി ഒരാഴ്ച കഴിഞ്ഞ് 1 ദിവസം. പക്ഷെ ഞാൻ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ആ 1 വീക്ക് ഇവിടെ ഇരുന്ന ദിവസമെല്ലാം ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ ഇവിടെ ഇപ്പൊ താമസിക്കുന്നിടത്ത് വന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും. അവിടെ ബ്രദറും എല്ലാവരും ഉണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പം വരും, വീണ്ടും പോവും, വീണ്ടും വരും. അവിടെ ചെന്ന് എന്തൊക്കെയോ ഒരു പറയുന്നതൊക്കെ കേൾക്കും. ഞങ്ങളൊരു മുഖമായിട്ടൊക്കെ നിന്ന്. പക്ഷെ ഞാൻ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു വന്നു. പക്ഷെ ബോഡി വെയിറ്റ് ഒരുപാട് കുറഞ്ഞു. ഞാനങ്ങ് സ്ലിം ആയി. എന്ന് വെച്ചാൽ വിശപ്പൊന്നും അങ്ങനെ ഇല്ല. ചെറിയ എന്തെങ്കിലും ബ്രെഡോ അങ്ങനെ കഴിക്കണമെന്നൊന്നും വലിയ ഫീലിംഗ് ഇല്ല. പക്ഷെ പിന്നീട് ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല. എനിക്ക് വല്ലാത്തൊരവസ്ഥ. എല്ലാവരും ചോദിച്ചു ഞാൻ എന്താ വെയിറ്റ് ലോസ് എന്തെങ്കിലും എടുക്കുന്നു, ഒന്നുമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം ബോഡി നടന്ന കാര്യങ്ങളാണ്. വീട്ടിൽ പോകുന്നു, വരുന്നു, തിരിച്ചിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് സ്കൂളിൽ പോകുന്നു. പക്ഷെ ആരുമായിട്ടും അധികം സംസാരിക്കുന്നില്ല. പിള്ളേരോട് പോയി ക്ലാസ് എടുക്കും ആസ് യൂഷ്വൽ. പേഴ്സണൽ ഇതിലോട്ട് വരുമ്പോഴത്തേനും ഞാനങ്ങ് വിഡ്രോ ചെയ്യും. അങ്ങനെ ഒരു 1-2 വർഷത്തോളം എനിക്കിത് ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലം പിന്നീട് ഞാൻ കരയാൻ തുടങ്ങി. നല്ലൊരു അമ്മച്ചായത് ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന് കരയും. ആ നല്ല കാര്യങ്ങൾ അങ്ങനെ കരയുമായിരുന്നു സ്റ്റിൽ. അങ്ങനെ ഞാൻ റിക്കവർ ചെയ്ത് കേട്ടോ. എനിക്കറിയില്ല, എനിക്കൊരു റിക്കവറി കിട്ടിയത് അങ്ങനെയാണ്. കാരണം നമ്മൾ എപ്പോഴാണ് ഈ ഒരു റിയാലിറ്റി അംഗീകരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഫീലിങ്സ് പുറത്തേക്ക് വരും. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാത്തത്തോളം കാരണം ഈ ഒരു ഇമോഷണൽ നമ്പനസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ ഒരു സൈക്കോളജി വശം. ഇനിയിപ്പോ സ്പിരിച്വൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതാണ് പോയിന്റ്. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക. മരിച്ചു എന്നുള്ളത് അമ്മ മരിച്ചു, ഇനി തിരിച്ചു വരത്തില്ല, അല്ലേ? അതെ. പിന്നെ ഓർക്കാനുള്ളത് അവർ നല്ല കാര്യമാണ്, ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ നമുക്ക് തന്നിട്ടില്ലേ, അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അത് നല്ലൊരു ഓർമ്മകളായിട്ട് നമുക്ക് കൂടെ നിൽക്കുക. പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വെച്ച് എനിക്ക് അവർ വിട്ടുപോയല്ലോ, എനിക്കിനി ഒന്നും ആരും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ഇമോഷൻ നമ്പർനെസ് ഫീൽ ചെയ്യും. ആരെന്ത് പറഞ്ഞാൽ നമുക്ക് അത് ഗ്രീഫ് ഒരിക്കലും നമുക്ക് മാറില്ല. അങ്ങനെ പല രീതിയിലേക്കും വരും. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു. ഇനി അടുത്തത് ഒരു ഇമോഷണൽ ഐഡന്റിഫിക്കേഷൻ ആണ്. ഇമോഷണൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, കാരണം എന്തുകൊണ്ട് ഒരു ഇമോഷൻസ് നമുക്ക് ഏത് രീതിയിലാണ് അവിടെ ചെയ്യാൻ പറ്റുക, കാരണം ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. എന്ത് മോശമാണ് അല്ലെങ്കിൽ എന്ത് നല്ലതാണ് എന്ന് തിരിച്ചറിയാം. അപ്പൊ മൂഡ്, സാഡ്, ഏതാണ് ശരിക്കും അവരെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥകൾ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് ഇമോഷനെ തിരിച്ചറിയാം. അത് ഇമോഷണൽ ഐഡന്റിഫിക്കേഷൻ ആണ് ആദ്യം. അപ്പൊ അത് തിരിച്ചറിയാൻ നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, അവരുടെ സിറ്റുവേഷൻസുകൾ നമുക്ക് അവിടെ കൊടുക്കാം. ആ സിറ്റുവേഷൻ ശരിക്കും നിങ്ങൾ എന്താണ് അവിടെ അനുഭവിച്ചിട്ടുള്ളത്, ആ സമയത്ത് എന്തൊക്കെ ചിന്തകൾ വന്നു, ബോഡി സെൻസേഷൻ എന്തൊക്കെയായിരുന്നു, ഒക്കെ തിരിച്ചറിഞ്ഞ ശേഷം അപ്പൊ ഇതിൽ നമുക്ക് ആക്ടിവിറ്റീസുകൾ വേണമെങ്കിൽ പിന്നെ ഫീലിംഗ് വീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്. കാരണം ഒരു വീലിന്റെ ചിത്രം വരച്ചിട്ട് അത് 3 പാർട്ടാക്കിയിട്ട് ഒന്ന് വേണം സാഡ്, ലോൺലി, ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞത് കൊടുക്കാം. എന്നിട്ട് അല്ലെങ്കിൽ ഒരു ആംഗ്രി, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും തരത്തിൽ. എന്നിട്ട് ഇതിലൂടെ എന്താണ് ആ ക്ലയന്റിനോട് പറയാ, ഇത് ശരിക്കും നിങ്ങൾക്ക് ഒരു ലേബൽ ചെയ്യാൻ പറയും. ശരിക്കും ഇതിന്റെ ഏതെങ്കിലും പാർട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അപ്പൊ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഇപ്പൊ ആള് ശരിക്കും എന്തായാലും ഈ ഒരു ഫീലിംഗ്, ഏതെങ്കിലും ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ആൾക്ക് ഉണ്ടാവും. അപ്പൊ ഒരു ഉദാഹരണം പറയാൻ, ഒരു കുട്ടീന്റെ കാര്യം, എക്സാമിന് മുമ്പ്, എക്സാം ഫിയർ ആണ്. അപ്പൊ ആൾക്ക് ഈ ഒരു സർക്കിൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റിയൽ സിറ്റുവേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എക്സാം ഹാളിൽ ഇരിക്കുന്നു. എക്സാം എക്സാമിന് മുമ്പ് എന്താണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ ആൾക്ക് തോന്നും എനിക്ക് വല്ലാത്ത പേടി തോന്നി, അതേപോലെ മൈൻഡ് ബ്ലാങ്ക് ആയി തോന്നി, പിന്നെ ഒന്നും എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല എന്നുണ്ട്. അപ്പൊ അവിടെ ഇമോഷൻസ് എന്താണ് വന്നിട്ടുള്ളത്? ആള് പറയുന്നത് ഷിവറിങ്, എനിക്ക് വല്ലാതെ ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലം വന്നു, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, പിന്നെ ബോഡി സെൻസേഷൻ, അങ്ങനെ പല കാര്യങ്ങളും അവിടെ വന്നു. അപ്പൊ പിന്നെ ഫൈനലി എന്താണ് ചിന്ത എന്തായിരിക്കും വന്നത്? പിന്നെ ഞാൻ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയില്ല, ഫെയിൽ ആവും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓരോ സിറ്റുവേഷൻ ബേസ് വെച്ചിട്ട് അവരുടെ ഇമോഷൻസുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഈ ഒരു സ്റ്റഡിങ് അവോയ്ഡ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ കുട്ടി അവസാനം കാണിക്കുന്നത് പഠിക്കാൻ താല്പര്യം ഉണ്ടാവുന്ന സ്കൂൾ പല റീസൺ അവിടെ കാണിക്കും. അപ്പൊ ഇതിന് ആ ഒരു ബിഹേവിയർ ആണ്.
അപ്പൊ ഈ ബിഹേവിയർ എത്താൻ വേണ്ടിയിട്ട് എന്താണ്, കുട്ടി എക്സാം എഴുതുന്ന സമയത്ത് എക്സാമിന് മുമ്പ് എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു വീൽസിൽ ഒരു ഭാഗം, അതിനുശേഷം ആ ഒരു സമയത്ത് ബോഡി സെൻസേഷൻ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്, പിന്നെ അതേപോലെ സ്വന്തം ചിന്തകൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഈ ഒരു 3 പാർട്ട് എന്താണ്, ഒരു വീൽസ് എന്ന പിക്ചറിലൂടെ നമുക്ക് എന്ന ആക്ടിവിറ്റീസിലൂടെ അവരെ സ്വന്തമായിട്ട് ഇമോഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം അതിന് റെസ്പോൺസ് കൊടുക്കാൻ പറയും. നല്ലൊരു ബ്രീത്തിങ് എക്സസൈസ്, റിലാക്സേഷൻ മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്കുകളൊക്കെ അവിടെ കൊടുക്കാൻ പറയും. അപ്പൊ അതിനുശേഷം ഒരു ഒരു തിരിച്ചറിവ്, റിയാലിറ്റിയുമായിട്ട് തിരിച്ചറിവ് ആൾക്ക് ഉണ്ടാവും. സാറേ ഉം, ഒരു 3 മാസം മുന്നേ ഉം. ഒരു കുട്ടി, ഒരു LP വിഭാഗത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ. കുട്ടി ട്യൂമർ വന്നിട്ട് മരിച്ചുപോയി. ആ. ട്യൂമർ വന്നിട്ട് ഒരു 2 വർഷത്തോളം സർവൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ അമ്മ ഇപ്പോഴും അവിടെ എവിടെയും പോയിരുന്നിട്ട് ഇങ്ങനെ കരയാ, ഒന്നും ഭക്ഷണം കഴിക്കുന്നില്ല, ആ ഒരവസ്ഥയിലാണുള്ളത്. അത് ഏതാ നമ്പനെസ് ആയിരിക്കുമോ? അത് ഇമോഷൻ നമ്പനെസ് തന്നെ ആയിരിക്കും. കാരണം കരച്ച് ഈ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇമോഷൻ നമ്പനെസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അതിലുണ്ടാവും. കാരണം ഇമോഷൻ നമ്പനെസ് എന്ന് പറയുമ്പോൾ ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൂടെ കുറഞ്ഞ ദിവസങ്ങൾ കടന്നു പോകുക എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റീസ് ആണ് CBT തോട്ട് റെക്കോർഡുകൾ കൊടുക്കാം. തോട്ട് റെക്കോർഡ് എന്ത് മീൻസ് അവരെ നെഗറ്റീവ് ചിന്തകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ അതിൽ അവർക്ക് ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഏത് സിറ്റുവേഷൻ, പ്രസന്റ് പ്രോബ്ലം നമ്മളോട് എന്താണ് ഒരു CBT ടെക്നിക്കാണ്, എന്താണ് പറഞ്ഞത്, അതിനുശേഷം അവരുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു, ആ സമയത്ത് അവർ എന്താണ് അതിനെ കാഴ്ചപ്പാട് കണ്ടെത്തിയത്, അവർ ചോദിക്കുക എവിഡൻസ് ബേസ്, ഇത് എന്തെങ്കിലും തെളിവുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു അർത്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, അതേപോലെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സിന് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ശരിക്കും അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അപ്പൊ അതിലൂടെ എന്താ അവരെ സ്വയം റിയലൈസ് ചെയ്യുക, സ്വന്തം ചിന്തകളെ, അല്ലെങ്കിൽ ആ പുതിയൊരു പോസിറ്റീവായ ചിന്തകൾ അവിടെ കൊടുത്തിട്ട് അവർക്കൊരു പുതിയൊരു ഇമോഷൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് CBT ടെക്നിക്ക് എന്ന് പറയുന്നത്. നമുക്ക് സെഷൻ ബേസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ചില ആളുകൾക്ക് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടാവും. അതും ഇതേപോലെ തന്നെ ഒരു തോട്ട് റെക്കോർഡ് കൊടുത്തിട്ട് ചിലപ്പോൾ ഓൾ ഓർ നത്തിങ് തിങ്കിങ് ഉണ്ടാവും. എല്ലായിടത്തും എന്താണ്, ഞാൻ 100% ഓക്കെ ആയിരിക്കണം എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല, അതെന്നാൽ മാത്രമേ ഞാൻ ഓക്കെ ആവും എന്നുള്ളത്. അല്ല കാറ്റസ്ട്രോഫൈസിങ്, ആങ്സൈറ്റി പോലുള്ള കേസുകളിൽ എനിക്കെന്നും എല്ലാ ദുരന്തങ്ങളും മാത്രം സംഭവിക്കൂ, അല്ലെങ്കിൽ എല്ലായിടത്തും എനിക്ക് അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ആളുകൾ. മൈൻഡ് റീഡിങ് ഉണ്ടാവും, മറ്റുള്ള ആളുകൾ എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അതേപോലെ പിന്നെ അവരെന്നെ നോക്കി ചിരിക്കുകയാണ്, കളിയാക്കുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് എന്താണ് ഒന്ന് കണ്ടെത്താൻ വേണ്ടി. പിന്നെ ഓവർ ജനറലൈസേഷൻ, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും അതേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പേഴ്സണലൈസേഷൻ എന്ന് പറയുമ്പോൾ പിന്നെ ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദി, ഇത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാനാണ് ഇതിൽ ഇൻവോൾവ്ഡ് ആയി. അപ്പൊ ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ടും തോട്ട് റെക്കോർഡുകൾ കൊടുത്ത് ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റീസ് കൂടിയാണ്. പിന്നെ ABC മോഡൽ, ABC ആക്ടിവിറ്റി, കാരണം ABC CBT ആണ്, ABCDE എന്ന് പറയുന്ന RBT ആണ്. കാരണം പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ, കാരണം ഒരു കുട്ടി ഒരു മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബിഹേവിയർ കാണിക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫങ്ഷണൽ FBA എന്ന് പറയും, ഫങ്ഷണൽ ബിലീഫ് അസസ്മെന്റ് എന്ന് പറയും. കാരണം ആ കുട്ടി ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് കാണിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മോശ സ്വഭാവം കാണിക്കുന്നു. ഈ സ്വഭാവം കാണിക്കുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് എന്ത് ട്രിഗർ ആണ് വരുന്നത്, ഈ ഇവന്റ് സംഭവിച്ചതിന് ശേഷം കുട്ടിക്ക് എന്ത് ബിലീഫ് ആണുള്ളത്, പിന്നെ അതിനുശേഷം കുട്ടിക്ക് എന്ത് കോൺസിക്വൻസസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് ഈ ഒരു സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ, നീ അവിടെ ക്ലാസ് റൂമിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു, അല്ലെങ്കിൽ നിനക്ക് എന്താ ക്ലാസ് റൂമിൽ എഴുന്നേറ്റ് സംസാരിക്കുന്നില്ല. അപ്പൊ അത് ടീച്ചർ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ആൾക്ക് പേടി തുടങ്ങിയിട്ടുണ്ടാവും, വിറയലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. എന്നോട് ഇപ്പൊ ചോദിക്കും, എന്നോട് ചോദിച്ചെന്നെ പേര് വിളിച്ച സമയത്ത് എന്താണ് കുട്ടി ചിലപ്പോൾ അവിടെ പെയിന്റ് ആയിട്ടുണ്ട്, തല കറങ്ങി വീഴുകയൊക്കെ ചെയ്തിട്ട്. പിന്നെ ബിലീഫ് എന്തായിരിക്കും ആ കുട്ടിക്ക്, ഞാൻ എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് പേടിയായിരിക്കും. പിന്നെ കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ പബ്ലിക് സോഷ്യൽ പിന്നെ ഇന്ററാക്ഷൻ വളരെ കുറയും, ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ അവരെ കൊണ്ട് നമ്മൾ സെഷൻ ബേസ് വെച്ച് എക്സാമ്പിൾ വെച്ചിട്ട് അവർ പറയുന്ന സിറ്റുവേഷൻ ഓരോന്നായി, എന്നിട്ട് അവരെ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ പുതിയൊരു ബിലീഫ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതേപോലെ എഫക്റ്റീവ് ആയിട്ട് വരി, പിന്നെ പ്രാക്ടിക്കലായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ.
അതിലാണ് ABC അല്ലെങ്കിൽ ABCDE ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. പിന്നെ ഗ്രൗണ്ടിങ് ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാം, 5 4 3 2 1 ആണ്. 5 സാധനങ്ങളെ കാണുക, 4 കാര്യങ്ങളെ ടച്ച് ചെയ്യുക, 3 കാര്യങ്ങൾ ഹിയർ ചെയ്യുക, 2 കാര്യങ്ങൾ സ്മെല്ല് ചെയ്യുക, ഫൈനൽ 1 ടേസ്റ്റ് ചെയ്യുക. ഇത് നിരന്തരം, പ്രത്യേകിച്ചും പിന്നെ നോർമലി ആയിട്ട് കുറെ ഇമോഷണലായിട്ട് പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ ഡെയിലി ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ പ്രാക്ടീസിലായിട്ട് അവരെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സെഷൻ ബേസ് ആയിട്ട് തന്നെ ഒരു പിന്നെ ഫൈനലി ഒരു 2-1 പല ആൾക്കും കിട്ടാറില്ല. അടുത്ത 5 3 വരെ കിട്ടും. പക്ഷെ 2-ലെത്തുന്ന സമയത്ത് ശബ്ദങ്ങൾ എന്താണ്, കുറെ ശബ്ദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കെല്ലാം കറക്റ്റായി കിട്ടണമില്ല. അപ്പൊ ആ സമയത്ത് എന്താണ്, ഒരു ചെവി നമ്മൾ എന്തെങ്കിലും വെല്ല അടച്ചു വെച്ചിട്ട് ഒരു ചെവി കൂടെ തന്നെ കേൾപ്പിക്കുക, എന്നിട്ട് അതേപോലെ മറ്റേ ചെവിയിലേക്കും. ഇനി മറ്റേതൊക്കെ 1-ലേക്ക് വരുന്ന സമയത്ത് രുചി കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് വെള്ളമോ, കുട്ടികളൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ കൊടുക്കുക, ചെറിയൊരു ചോക്ലേറ്റിന്റെ പീസ് കൊടുത്തിട്ട് അതിൽ കൊണ്ട് ആ രുചി അവരെ കൊണ്ടത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും ഗ്രൗണ്ടിങ് ടെക്നിക്ക്. 1-2 തവണ ചെയ്യുന്ന സമയത്ത് കുട്ടി കറക്റ്റ് പ്രസന്റ് സിറ്റുവേഷനിലൊക്കെ എത്തും, നമ്മുടെ കാര്യങ്ങളൊക്കെ ആള് പറയുകയും ചെയ്യും. പിന്നെ ബ്രീത്തിങ് റിലാക്സേഷൻ ആക്ടിവിറ്റീസുകൾ കൊടുക്കാം. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, വെറുതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതി കൊടുക്കണ്ട. ആൾക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ഓക്കെ പറഞ്ഞ ഏതെങ്കിലും ഈ മൂഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, സങ്കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമുക്ക് ബ്രീത്തിങ് റിലാക്സേഷൻ ആക്ടിവിറ്റീസുകൾ കൊടുക്കാം. പ്രത്യേകിച്ചും പിന്നെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൊടുക്കാൻ പാടില്ല. കാരണം അവർക്ക് ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ, പ്രത്യേകിച്ച് ഈ ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾ ഡീപ്പസ്റ്റ് ലെവലിൽ പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും പാനിക് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം ഇത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ അവർക്ക് സ്ട്രെങ്ത് ആൻഡ് കോപ്പിംഗ് സ്കിൽ ആക്ടിവിറ്റീസുകൾ ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു സർക്കിൾ വരക്കാം, അല്ലെങ്കിൽ വീൽ ചെയർ വരക്കാം, അങ്ങനെ പല രീതിയിൽ അവരുടെ സ്ട്രെങ്ത്തുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ പിന്നെ 3 ഇഷ്ടപ്പെട്ട ഒരു ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ എഴുതാൻ പറയാം, നാളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ എഴുതാൻ പറയാം. അതൊക്കെ ഒരു കോപ്പിംഗ് സിസ്റ്റം സ്കില്ലാണ്. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇപ്പോൾ നമ്മുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുന്ന ആക്ടിവിറ്റി. കാരണം അവരോട് ചോദിക്കപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഏത് പ്രശ്നമാണ് പരിഹരിച്ചു തരേണ്ടത്, അത് അവരെ കൊണ്ട് ഒരു പേപ്പറിൽ എഴുതിച്ചിട്ട് എന്നിട്ട് അവരോട് പറയും ഇതിന് ഏതൊക്കെ തരത്തിലുള്ള സൊല്യൂഷൻസുകൾ ഉണ്ട്, സ്വയം ചിന്തിക്കാം ഈ പ്രശ്നം എങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കേസ് പറയാം, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഡൈവോഴ്സ് വരെ എത്തിയ കേസാണ്. അപ്പൊ ഭർത്താവ് പറയണം അവളെ എനിക്ക് വേണ്ട, എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഭാര്യക്കാണെങ്കിൽ ഇയാളില്ലാതെ ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവര് പറയുന്നത് അവൾക്ക് ഞാനൊരു 1 കോടി രൂപ വരെ കൊടുക്കാം, എന്നെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്നുള്ളതില്ല. പക്ഷെ ഇവിടെ ഓപ്പോസിറ്റ് ഭയങ്കര പ്രശ്നങ്ങളാണ്, ഇമോഷണലി ഡൗൺ ആയി ആളില്ലാതെ. അവര് പറയുന്നത് എന്താണ്, നിങ്ങൾ അവളെ കൂടെ പോയിക്കോളൂ, പക്ഷെ എന്നാലും ഞാനിത് ഡൈവോഴ്സിന് വില്ലിങ് അല്ല, എനിക്കിത് വേണ്ട എന്നുള്ളത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൽ ഏത് പ്രശ്നമാണ് പരിഹരിക്കേണ്ടത്. അപ്പോൾ ഒന്ന് പോണത് അയാളെ ഈ ഒരു ലൈഫ് അയാൾ അങ്ങനെ പോകട്ടെ. അവിടെ ഞാൻ കൊടുത്തത് പൈ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള CBT ടെക്നിക്കാണ്. അപ്പൊ ആള് പറയാം മൈസെൽഫിൽ തനിക്ക് ഇപ്പോഴത്തെ നിലവിലുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഭർത്താവ് കൂടെ വേണം, അതേപോലെ അയാൾക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് ഒക്കെ എനിക്കറിയാം. അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് എങ്ങനെ മാറ്റിയെടുക്കാം. ഇനിയിപ്പോ ഭർത്താവ് നിങ്ങളെ കൂടെ വന്നു എന്ന് വിചാരിക്കുക, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറയാം. നിങ്ങളെ കൂടെ ഭർത്താവ് വന്നു എന്ന് വിചാരിക്കുക, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയായിരിക്കും. അപ്പൊ ആള് പറയാണ്, അതിൽ സ്വന്തം പേപ്പറിൽ എഴുതി തരികയാണ്, ഭർത്താവ് വന്നാലും എനിക്ക് ചിലപ്പോൾ ഭർത്താവിന് പൂർണ്ണമായിട്ട് ബിസി കിട്ടിക്കോണമെന്നില്ല, ആൾ ഇതേപോലെ തന്നെ എവിടേക്കൊക്കെ പോകും. പിന്നെ അതേപോലെ അടുത്ത് പറയാം, ഇനിയിപ്പോ നിങ്ങൾ ഭർത്താവ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അവിടെ സംഭവിക്കുക. എന്റെ കൂടെ തൽക്കാലം എനിക്ക് എപ്പോഴും സപ്പോർട്ടായ 2 കുട്ടികളുണ്ട്, എന്റെ പാരന്റ്സ് ഉണ്ട്, അത്യാവശ്യം ഞാൻ സാമ്പത്തികം ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്, 2 മാസമായിട്ട് ജോലിക്ക് പോകുന്നില്ല, ഞാൻ ജോലി കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് അവർ ചോദിക്കുക ഇതെങ്ങനെ, ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഏതാണ്, ഭർത്താവ് വേണോ അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോൾ ജോലി കയറിയിട്ട് നിങ്ങളെ കുട്ടികളെ നോക്കിയാണ് വേണ്ടത്. അപ്പൊ ആള് ഇത് 1-2 പെട്ടെന്ന് ഡിസിഷൻ എടുക്കില്ല, പതിയെ അവർക്ക് റിയലൈസ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു എന്താണ് റിയാലിറ്റി. ഭർത്താവ് കൂടെ വന്നാൽ പോലും തനിക്ക് പൂർണ്ണമായും ആളെ കിട്ടിക്കോളണമെന്നില്ല, അയാൾ പിന്നെയും പല റിലേഷൻഷിപ്പ് പോകുന്നുള്ള ആ റിയാലിറ്റി അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡൈവോഴ്സിൽ എത്തിക്കുക എന്നുള്ളതല്ല നമ്മുടെ ടാർഗറ്റ്. കറക്റ്റ് ഇയാൾക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻ അവിടെ എത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എല്ലാത്തിനും നമുക്ക് വ്യത്യസ്തമായിട്ട് രീതിയിൽ വ്യത്യസ്ത പ്രോബ്ലത്തിന് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. പിന്നെ ഗോൾ സെറ്റിംഗ് ആക്ടിവിറ്റീസുകൾ, അത് നമ്മൾ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരു ജേണൽ എഴുതാൻ പറയാം. ഇപ്പോൾ കറക്റ്റ് സംസാരിക്കുക, ഇപ്പോൾ നെറേറ്റീവ് തെറാപ്പിയിലൊക്കെ ഉപയോഗിക്കുന്നത് അവരോട് ഒരു കഥ എഴുതുന്നത് പോലെ
ഒരു കുറച്ച് കാര്യം. കാരണം പൂർണ്ണമായിട്ട് ചില ആളുകൾ ഉണ്ടാവും, എല്ലാവരും സിമ്പിൾ ആയിട്ട് കഥ പറയുന്നത് പോലെ നമ്മൾ എടുത്തിക്കോളണമെന്നില്ല, പറയാൻ പറ്റാത്ത ആളുകളുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് പേപ്പർ കൊടുത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയെടുക്കാൻ വേറെ ശരിക്കും പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗോൾ സെറ്റിങ്സുകൾ നമ്മൾ കൊടുക്കാം. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ എഴുത്ത് പകുതി നിർത്തിയാണ് എന്നെ കൊണ്ട് ഇനി പറ്റില്ല എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ എക്സസൈസ് കൊടുക്കുക. ഒരു 5 മിനിറ്റ് എന്തെങ്കിലും പ്രാക്ടീസിലായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നടക്കാനോ ഫിസിക്കലി ആയിട്ട് ഇൻട്രോസെപ്റ്റീവ് എക്സ്പോഷർ ഒക്കെ കൊടുക്കാൻ പറ്റും ആ ഒരു സാഹചര്യങ്ങളിൽ. പിന്നെ ബിഹേവിയർ ആക്ടിവേഷൻ ആണ്. ബിഹേവിയർ ആക്ടിവേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് അവരോട് പറയാം, എൻജോയബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് അവരോട് പറയാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ 3 കാര്യം നിങ്ങളെ മുമ്പിൽ ഓപ്ഷൻസ് വെക്കാം. അതിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റോറി അവരോട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ്, നമ്മളെ സ്വന്തം ലൈഫ് അല്ല, വേറെ ആരുടെയെങ്കിലും നമുക്ക് വന്ന ക്ലയന്റിന്റെയോ ഒക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അവരോട് പറയാം. കാരണം അവർ ആ ഒരു എത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നുണ്ട്, അറ്റൻഷൻ ഉണ്ടെന്നും തിരിച്ചറിഞ്ഞ ശേഷം അവർക്ക് ആവശ്യമുള്ള ഏതെങ്കിലും എൻജോയബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരുമിച്ച് ചെയ്യാം. അതും ഒരു ബിഹേവിയർ ആക്ടിവിറ്റീസ് തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ച് എന്താ, അതേ ആക്ടിവിറ്റി തന്നെ വീട്ടിൽ പോയിട്ട് അയാളോട് ചെയ്യാൻ പറയും, ഒരു 7 ഡേയ്സോ 10 ഡേയ്സോ ഒക്കെ. പിന്നെ റിഫ്ലക്ഷൻ ആൻഡ് പ്രോഗ്രസ് മോണിറ്ററിംഗ് ആണ്. സെഷൻ കഴിഞ്ഞ ശേഷം അവരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ശേഷം എന്താണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്, എന്താ ഒരു ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റി ഒക്കെ നിങ്ങൾക്ക് ശരിക്കും യൂസ്ഫുൾ ആയിരുന്നോ, പിന്നെ ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണോ, അടുത്ത സെഷൻ നിങ്ങൾക്ക് എന്നാണ് വരാൻ പറ്റുക, നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടോ. കാരണം അതിനെപ്പറ്റി ആ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ, കാരണം അതൊരു മോണിറ്ററിംഗ് കൂടി കാണും, നമ്മളൊരു ഫീഡ്ബാക്ക് ചോദിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫോളോ അപ്പ് ആൻഡ് ജനറലൈസേഷൻ ആണ്. പിന്നെ ഓരോ സെഷൻ വന്നു കഴിഞ്ഞാലും ആ ക്ലയന്റിന്റെ പ്രസന്റ് ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. വന്നു കഴിഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പകരം ഇത് തുടക്കം വന്ന സമയത്ത് തന്നെ അവരോട് ചെയ്യാൻ പറയാം. എന്നിട്ട് ആ ഒരു സെഷന് കുറച്ചുകൂടി നമുക്കൊരു ഡിസ്കഷൻ മോഡലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആളവിടെ എന്താണ് റിയൽ ലൈഫ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. ഇതൊക്കെ നല്ല എൻ്റെ ജീവിതം ഉള്ളത്, എനിക്ക് എൻ്റെ ട്രിഗറുകൾ, റിമൈൻഡർ ആയിട്ട് വരുന്ന പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ള ആ ഒരു പാറ്റേണിലേക്ക് ആൾ എത്തിക്കും കൂടി ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരു ആക്ടിവിറ്റി, കഴിഞ്ഞ ആക്ടിവിറ്റി ഇന്നതായിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആൾക്ക് തോന്നുക ഇയാള് എന്നെ നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു പാറ്റേണിൽ. പിന്നെ ഫൈനൽ വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്തിക്കൽ കൺസിഡറേഷൻ ആണ്. എല്ലാ സമയത്തും ഈ ഒരു ആക്ടിവിറ്റി ഉപയോഗിച്ച് തന്നെ നമുക്ക് എവിടെയും പോയിക്കോണമെന്ന് സക്സസീവ് ആയിക്കോളണമെന്നില്ല. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജുകൾ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അവരുടെ ഇഷ്യൂ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട്, പിന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, നമ്മളുമായിട്ട് ഇടപഴകൽ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ അനുസരിച്ചാണ് ശരിക്കും നമ്മൾ ആക്ടിവിറ്റീസുകൾ നോക്കുക. അത് മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആക്ടിവിറ്റീസ് നമുക്ക് ഒരുപാടുണ്ട്, പല തരത്തിൽ കൊടുക്കാൻ പറ്റും. ഏതാണ് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. സാർ ഇതിന്റെ PPT കിട്ടൂ? ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു? എൻ്റെ ഒരു ചോദ്യം, റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് സാർ. പക്ഷേ സാർ ആദ്യത്തെ അതെ സാർ, തീർച്ചയായിട്ടും 1 2 സാർ ഒന്ന് ഷോർട്ടായിട്ട് പറയൂ. ഞാൻ ഒരിടത്തുനിന്ന് എത്തിയപ്പോ ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ടൊന്ന് ആദ്യത്തെ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി സാർ. ആദ്യം തുടങ്ങിയ ഒരു 1 2 3 മുതൽ ഞാൻ ഉണ്ടായിരുന്നു. ഓക്കെ, നോക്കട്ടെ. ഫസ്റ്റത്തേതാണോ, തുടക്കത്തിൽ പറഞ്ഞതാണോ? തുടക്കത്തിൽ പറഞ്ഞതൊന്ന്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കൗൺസിൽ സെഷന് ഇതിന്റെ ആക്ടിവിറ്റീസിന്റെ ഏറ്റവും മെജോറിറ്റിയാണ്. എന്തുകൊണ്ടാണ് ഇത് ആക്ടിവിറ്റീസ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളും ഏത് രീതിയിലാണ് ഒരു റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കണം, ഒരു ഇമോഷൻ അവയർനെസ് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിനെ പറ്റി കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവരെ നമ്മൾ ഒരു പ്രധാനമായിട്ട് നമ്മൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞത് പിന്നെ അവരുടെ മെയിൻ കൺസേൺ എന്ന് പറയുമ്പോൾ അവരുടെ പ്രസന്റ് പ്രോബ്ലം തന്നെയാണ്. അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ആ ഒരു ക്ലയന്റ് സെന്റേഡ് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അതിൽ പെട്ടതാണ് നമ്മൾ ആ ഒരു ചർച്ചയിൽ കൂടെയാണ് പോയത് ഇമോഷൻ നമ്പനസും ആ ഒരു കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് ഈ പറഞ്ഞ എല്ലാം ഓവറോൾ ചുരുക്കി പറഞ്ഞ ഇതിൽ നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ വരും. ഓക്കെ സാർ. സാർ ഇപ്പം ഈ പേർപ്പസ് ഓഫ് യൂസിങ് ആക്ടിവിറ്റീസ് അതിന്റെ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു. അതെന്തിനാണ് ചോദിച്ചാൽ നമുക്ക് ഈ ക്ലയന്റിന് ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവർക്ക് തിരിച്ചറിവുണ്ടാവണം. തനിക്ക് എന്താണ് വേണ്ടത്, തന്റെ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, ഈ പ്രശ്നം എങ്ങനെയൊക്കെ പരിഹരിക്കാം, അതേപോലെ എനിക്ക് ആരൊക്കെ സപ്പോർട്ട് ഉണ്ട്, ഇനി ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം നീഡ്സ് ശരിക്കും നമ്മൾ അവിടെ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്, സെഷൻ ബേസ് ആയിട്ടുള്ളത്. കൂടി ഒന്ന് പറയാമോ? റെക്കോർഡ് അവൈലബിൾ ആണ്, അത് കേൾക്കാം പിന്നെ എപ്പോഴെങ്കിലും. അപ്പൊ അതിലാണ് നമ്മൾ 3യിലാണ് പറയുന്നത് പ്രസന്റ് പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കിയിട്ട് ആദ്യം പ്രസന്റ് പ്രോബ്ലം നോക്കുക. ആ പ്രസന്റ് പ്രോബ്ലം എങ്ങനെയാണ് നോക്കുന്ന സമയത്ത് അവരെ ഡെവലപ്പ് എങ്ങനെയാണ് നോക്കണം. കാരണം അവരുടെ ഏർലി എക്സ്പീരിയൻസുകൾ കൾച്ചർ പരമായിട്ട് എങ്ങനെയാണ്, അവരുടെ ഏത് ലൊക്കാലിറ്റി, അവരുടെ ഭാഷ, അതേപോലെ അവരുമായിട്ടുള്ള പിന്നെ ഈ പ്രശ്നം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ശരിക്കും ഇയാൾക്ക് ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ സെഷന് അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ, ആ ഒരു മെന്റാലിറ്റി ഉണ്ടോ, ഇതൊക്കെ ഒന്ന് തീർച്ചയായും നമ്മൾ പറയാന്നുള്ളതാണ് റൈറ്റ് ആക്ടിവിറ്റീസിൽ വരുന്നത്. സാർ, ഈ റിഫ്ലക്ഷൻ ആൻഡ് പ്രോഗ്രസ് മോണിറ്ററിങ് ഓരോ സെഷനിലും അവരോടത്ത് ചോദിക്കാൻ പറ്റില്ല? സെഷന്റെ ലാസ്റ്റ് ചോദിക്കാൻ പറ്റും നമുക്ക്. അവരോട് ചോദിക്കാം, ഈ ഒരു മോണിറ്ററിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാം അവരോട്. നല്ലൊരു രീതിയിൽ ഒരു കൊളാബറേഷൻ ടൈപ്പായി തന്നെ ഡിസ്കഷൻ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ സെഷൻ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരുപാട് കേൾക്കുന്നു, ഉത്തരം പറയുന്നതിന് പകരം എന്താണ് കുറച്ചുകൂടി എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ സെഷന് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ സർ. സാർ അതുപോലെ സാർ ആക്ടിവിറ്റി പറഞ്ഞായിരുന്നല്ലോ, എഴുന്നേറ്റ് ഒന്ന് നടക്കുക, അല്ലെങ്കിൽ കോൾഡ് വാട്ടറിൽ ഫേസ് ചെയ്യുക. അതൊക്കെ നമുക്ക് ഓൺലൈൻ ആണെങ്കിൽ അത് പറ്റത്തില്ലല്ലോ അല്ലേ? നമ്മൾ നേരിട്ടാണെങ്കിൽ ചെയ്യാം. കാരണം അവരോട് പറഞ്ഞു കൊടുക്കുക ഓൺലൈനായിട്ട്. അവരോട് ആ സമയത്ത് അവർക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും അവർ വീട്ടിൽ നിന്ന് അയക്കല്ലോ ചെയ്യാം. അപ്പൊ അവരോട് വീട്ടിൽ നിന്ന് അങ്ങനെ സാഹചര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരോട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, 2 കൈകൾ ഇങ്ങനെ നേരെ കുറച്ചു നേരം നീട്ടി വെക്കാൻ പറയാം. നമ്മളെ മുമ്പിൽ വെച്ചിട്ട് ഇപ്പൊ ഓൺലൈൻ ഒരു വീഡിയോ ഒന്നും ഇല്ല, നിങ്ങളെ കൈകൾ നേരെ രണ്ടും നീട്ടി വെക്കുക, 2 3 കൈനെ നേരെ ഒബ്സർവ് ചെയ്യാൻ പറയാം. അപ്പൊ അതൊരു ഇൻട്രോസ്പെക്റ്റീവ് എക്സ്പോഷർ ആണ്. കാരണം ആ സമയത്ത് അവർ ഫീലിംഗ് ശരിക്കും പൂർണ്ണമായിട്ടും തന്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അവർ റിയലൈസ് ചെയ്യാണ് ശരിക്കും എന്റെ ലൈഫ് ഇപ്പൊ നടക്കുന്ന സംഭവം, ഞാനൊരു സെഷനിൽ ഇരിക്കുകയാണ്, സെഷനിൽ വന്നതാണ്, എനിക്ക് എന്തൊക്കെ പറയണം ഇവരോട്, അതൊക്കെ ഓർമ്മയിലേക്ക് വരും. കാരണം ആ സമയത്ത് അവരുടെ ആങ്സൈറ്റി ലെവലും ഫിസിക്കൽ സെൻസേഷൻ ഒക്കെ ഒന്ന് കുറയാനും ചെയ്യും. പിന്നെ കൈകൾ ഈ ഒരു ലെവലിൽ വെക്കാം, പിന്നെ അത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വെക്കാം. അതേപോലെ അവരോട് ജസ്റ്റ് ഇരിക്കുന്നത് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പറയാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഓഫ്ലൈനിലാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഫീലിങ്സ് എന്താണ്. ഓൺലൈനിലാകുമ്പോൾ നമുക്ക് അത് കണക്ക് അവർ പറയുന്നതനുസരിച്ച് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അവരുടെ ഫീലിങ്സ് ഇമോഷൻസ് എന്താണെന്നത്. സാർ ഇതിന്റെ റെക്കോർഡിങ്സ് ഉണ്ടല്ലോ അല്ലേ? ആ റെക്കോർഡിംഗ് വരും. ഓക്കെ. താങ്ക് യു സാർ. പിന്നെ അതുപോലെ സാർ, ഇപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ ഇതിലെ ഫസ്റ്റിൽ ഇപ്പം ചിലപ്പോൾ ആദ്യമേ എല്ലാ ക്ലയന്റും നമുക്ക് റാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയില്ലെന്നിരിക്കട്ടെ, മീൻസ് കുറച്ച് ഒരു ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു ക്ലയന്റ് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം സപ്പോസ് ഇന്ന് നമ്മളിപ്പോ ആദ്യം ഫസ്റ്റ് സെഷൻ ഇന്നാണ് നമ്മൾ റാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സെഷൻ എന്നത്തേക്ക് നമ്മൾ വെക്കണം, അങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ? അങ്ങനെ റാപ്പ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളതാണെങ്കിൽ അയാളെ തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് ഇനി എന്നാണ് വരാൻ പറ്റുക, ആളോട് ചോദിക്കുക. ഇപ്പം മറ്റൊരാൾ റെഫർ ചെയ്ത കാര്യം വേറൊരാൾ കൂടെ ആണെങ്കിൽ അവരോട് പറയാം, നമുക്ക് ഒരു 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാം, അടുപ്പിച്ചാക്കുക. ഇപ്പൊ സ്വന്തമായിട്ട് വന്ന ഒരാളോട് ചോദിക്കുക, പേഴ്സണലായിട്ട് ചോദിക്കുക. മറ്റൊരാൾ അണ്ടറിൽ വന്ന ഒരു കുട്ടിയൊക്കെ ആണെങ്കിൽ അവരോട് ചോദിക്കുക, നമുക്ക് പറയാം ഒരു 4 ദിവസം 5 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സെഷൻ ഇരിക്കാൻ പറയാം. അപ്പൊ എന്താണ് സെഷനുകൾ അടുത്തടുത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി അവരുമായിട്ട് റാപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. താങ്ക് യു സാർ. വളരെ നല്ല സെഷൻ ആയിരുന്നു. ഒത്തിരി ശരിക്കും പറയാനാ സാറിന്റെ ക്ലാസ് അടുത്ത് വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഫീൽ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഇതിൽ കൂടെ ആണെങ്കിൽ പോലും നന്നായിട്ട് എല്ലാം പറ്റുന്നുണ്ട്, ഡൗട്ട്സ് ചോദിക്കാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ.
നമ്മള് എന്താ പറയാ അടുത്തിരിക്കുന്നില്ലെന്ന്, പക്ഷെ അതേ ഫീൽ തന്നെ ഉണ്ട്. ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ആ ഫീൽ തന്നെ ഉണ്ട് നമുക്ക് ശരിക്കും പറയാം. ഓഫ്ലൈനിൽ ഇരിക്കുന്ന പോലെ തന്നെ നന്നായിരുന്നു. വളരെ നമുക്ക് മനസ്സിലാക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം, അല്ലെ നമുക്ക് വൈൻഡപ്പ്. നമുക്ക് അത് അടുത്ത ആഴ്ച പുതിയൊരു സർ, ഒരു ഡൗട്ടും കൂടി ഉണ്ട്. ഇതില് പറയൂ. ഈ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന സമയത്ത് ആ, ഈ എന്തെങ്കിലും കൈൻഡ് ഓഫ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സോ അല്ലെങ്കിൽ ഇപ്പം വൈഫൊക്കെ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആരെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഓരോ ഫോണൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് അതർ പാർട്ട്ണറുമായിട്ടുള്ള ചാറ്റ് കാര്യങ്ങളൊക്കെ കാണുക, അങ്ങനെയുള്ള സെക്ഷൽ ചാറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ട് കുറെ റിലേഷൻഷിപ്പിൽ കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആളില് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ആണ്, അതിൽ നിന്ന് പോവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ സിറ്റുവേഷൻസ് കൊണ്ട് ഫിനാൻഷ്യൽ സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ. സോ അങ്ങനെ വരുന്നവരിൽ നമുക്ക് എന്ത് ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും? അതിൽ തന്നെ അവർക്ക് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർ കൺഫ്യൂസ്ഡ് ആണ്, ആൾ ഇനി എന്നെ ചീറ്റ് ചെയ്യോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ആ ഒരു കൺഫ്യൂഷനോടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാർ, വിടൂല്ല എന്നാ സ്റ്റിൽ വാണ്ട് ടു കണ്ടിന്യൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റുക? അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് റിലേഷൻഷിപ്പ് ചെക്ക് ഇൻ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. കാരണം അതിൽ ഒന്ന് വരേണ്ടത്, ഒന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ ഭർത്താവും അയാളും തമ്മിൽ ഇമോഷൻ കണക്ഷൻസ് എന്താണ്. രണ്ടാമത് അവർ കമ്മ്യൂണിക്കേഷന്റെ സ്റ്റൈൽ എങ്ങനെയാണ്. പിന്നെ ട്രസ്റ്റുകൾ എന്തൊക്കെയാണ്, റെസ്പെക്ട് എങ്ങനെയാണ്, ക്വാളിറ്റി ടൈം എങ്ങനെയാണ്, ഫിസിക്കൽ അഫെക്ഷൻസ് എങ്ങനെയാണ്, അതേപോലെ കോൺഫ്ലിക്റ്റ് മാനേജ്മെന്റുകൾ എന്തൊക്കെയാണ്, ഫീലിംഗ് ഈ പിന്നെ ഏതൊക്കെ രീതി സപ്പോർട്ട്, ഇതിനെ കുറിച്ച് ഒരു ചെറിയൊരു കാര്യങ്ങൾ അവനെ കുറിച്ച്. കാരണം അവർക്ക് ഈ ചിലപ്പോൾ ഡിപ്പെൻഡന്റ് മീൻസ് എക്കണോമിക്കലി മാത്രമാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. എനിക്ക് ഇയാളെ വിട്ടു പോയി കഴിഞ്ഞാൽ എനിക്കൊരു വേറെ ജീവിതമല്ല, വരുമാന മാർഗ്ഗമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുടുംബത്തിലേക്ക് കയറി പോകാൻ പറ്റില്ല, അങ്ങനെ ചിന്തയുള്ള കൂടുതൽ ആളുകളിലേക്ക് ചിലപ്പോൾ ഇതിൽ ഇവർക്ക് കൂടുതൽ പെട്ടുപോകുന്നത്. പക്ഷെ ഈ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആള് പറയാ, ഇതിൽ ഏത് ഏരിയ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളത്, ഇതിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ഏത് പാർട്ടാണ്. കാരണം ഇയാൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലിയോ വരുമ്പോൾ സ്വന്തം എന്തെങ്കിലും പഠിച്ചൊക്കെ മുന്നോട്ട് പോകാൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇയാളെ തന്നെ ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അയാൾക്ക് ഇങ്ങനെ എക്സ്ട്രാ റിലേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പുതിയൊരു വേ കണ്ടെത്തണം. അപ്പൊ നമുക്ക് അവിടെ എന്താണ് അയാളുടെ സ്ട്രെങ്ത്തും റിസോഴ്സുകളൊക്കെ നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ പറ്റും. ജസ്റ്റ് ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക, എന്നിട്ട് അവരോട് പറയാം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏത് ഏരിയ ആണ്, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളെ ഭാഗത്ത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കാര്യം ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ഏതൊക്കെയാണ്, അതേപോലെ ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം നിങ്ങൾക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാർട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ മറ്റൊരു സൈക്കിൾ മാപ്പിംഗ് എന്ന് പറയുന്നതുണ്ട്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ഏരിയ കണ്ടെത്താൻ വേണ്ടി, ട്രിഗറുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ പ്രശ്നം ഓൾറെഡി ഈ പറഞ്ഞതുപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് അയാൾ പറഞ്ഞത് എന്താണ്, ഇയാൾ എന്തുകൊണ്ടാണ് ആ ഒരു മെസ്സേജിലേക്ക് പോയിട്ടുള്ളത്, മറ്റൊരു എക്സ്ട്രാ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത്. ത്രൂ ആയിട്ട് എന്നപ്പോ നമ്മള് ത്രൂ ആയിട്ട് വേണമെങ്കിൽ ആലോചിച്ച് സംസാരിക്കാം. കാരണം ഒരാള് റിലേഷൻഷിപ്പ് പോകണമെങ്കിൽ എന്താണ് പെട്ടെന്നൊരു ഇതിലേക്ക് ചാടി പോകാൻ സാധ്യത. കാരണം ഓപ്പോസിറ്റ് ആയിട്ട് ഇയാളും കെയർ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ആ ഒരു അറ്റൻഷൻ കിട്ടുന്നുണ്ട്, പതിയെ പതിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായതിനു ശേഷം അങ്ങനെ പോയതായിരിക്കാം. ചിലപ്പോൾ അയാളുടെ ട്രൈറ്റ്സ് അങ്ങനെ തന്നെ ആയിരിക്കാം. ഇതൊക്കെ ഒന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു പിന്നെ റിലേഷൻഷിപ്പ് മാപ്പിംഗ് സൈക്കിൾ മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഏകദേശം ഡീറ്റെയിൽസ് ആളെ പറ്റി കിട്ടും. സർ, ഈ ഗ്രീഫിന്റെ കേസില് ടീച്ചർ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ ഹീല് ചെയ്യാനല്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്, അയാളെ സങ്കടങ്ങൾ പറഞ്ഞു തീർക്കാനല്ലല്ലോ. കാരണം ശരിക്കും ഇയാളെ നമുക്ക് ഇമോഷണൽ സപ്പോർട്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. വേണേ പറയുകയും ചെയ്യാട്ടോ. കാരണം ഇയാൾക്ക് കുറെ സങ്കടങ്ങൾ പറയാനുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരുപക്ഷെ അവരായിട്ട് ഈ പോയിട്ടുള്ള ആളുമായിട്ട് എന്തൊരു മരണം സംഭവിച്ചാണെങ്കിൽ അവരായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ ബാക്കി വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ കേസിൽ അല്ലേ? ഗ്രേസ് പറഞ്ഞ ആ ഒരു കേസ് അതിൽ പറ്റും. അതൊക്കെ ഞാൻ പറഞ്ഞ അവസാനം ഒരു കപ്പിൾ കേസിൽ അതിലാണെന്ന് ഉദ്ദേശിച്ചത്. അല്ല അത് വേണം. അത് MT ചെക്ക് നമുക്ക് ഉപയോഗിക്കാം. ഗസ്റ്റാൾട്ട് തെറാപ്പിയിൽ അല്ലെ സ്കീമ തെറാപ്പിയിലെ MT ചെയർ ഉപയോഗിക്കാം നമുക്ക് അവിടെ.
ഓക്കെ, എനിവേ താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. വലിയൊരു സബ്ജക്റ്റ് കുറഞ്ഞ സമയം കൊണ്ട് സാർ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി തന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു Good night സർ. all. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.